ഓക്കെ, അസ്സാം വലൈക്കും. മോർണിംഗ്. എൻ്റെ പേര് ഇബ്രാഹിം, കാടാമ്പുഴ കരേക്കാട്. ഇന്ന് സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹാപ്പി മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഒരു ദിവസം കൂടി നമുക്ക് അറിവിൻ്റെ മഹാലോകത്തേക്ക് സഞ്ചരിക്കാൻ സാധിച്ചു, അതിലേക്ക് കടക്കാൻ സാധിച്ചു. ആദ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഒരു മഹത്തായ അവസരം എനിക്ക് ഏറ്റെടുക്കാൻ തോന്നിപ്പിച്ചതിൽ, അതോടുകൂടെ തന്നെ എനിക്ക് അവസരം എത്തിച്ചു തന്ന എൻ്റെ ബ്രദർ മുർഷിദ്, അതുപോലെ ലത്തീഫ് സാർ, അഫ്സർ സാർ, ജുനൈദ് സാർ, മൈ മെന്റർ ഇസ്മായിൽ സാർ, അതുപോലെ ഷുഹൈബ് സാർ, അൽതാഫ് സാർ, ഓരോ ലീഡേഴ്സിനെയും പ്രത്യേകം ഓർക്കുകയാണ്. അതിലുപരി ഈ ഒരു പ്ലാറ്റ്ഫോമിനെ, അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് ഒരു അറിവിൻ്റെ മഹാസാഗരം കരസ്ഥമാക്കാൻ സാധിക്കുന്ന സംവിധാനത്തിലേക്ക് ഇങ്ങനെ ഒരു മോർണിംഗ് സെഷൻ സംഘടിപ്പിച്ച അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന SBGയുടെ ഫൗണ്ടർ ഫാമിലി മനോജ് സാറും ലതാ മാഡത്തിനെയും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. അറിവില്ലാത്തൊരു മേഖലയിലേക്ക്, ഡയറക്ഷൻ മാർക്കറ്റിംഗ് എന്തെന്ന് അറിവില്ലാത്ത ഒരു ലോകത്തേക്കാണ് ഇതിൽ അധിക പേരും ഈ ഒരു മൈ ലൈഫ് എന്ന മഹത്തായ കമ്പനിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. ഞാനങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, എങ്ങനെയാണ് എന്ന് അറിയാൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. This meeting is being recorded. സ്കൂളുകളിൽ നിന്നോ മറ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇതിനു മുമ്പ് ഇത് പ്രവർത്തിച്ച് കേട്ട് കണ്ട് പരിചയമില്ലാത്തൊരു സംവിധാനമായതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള മോർണിംഗ് സെഷനുകളിലൂടെയും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലൂടെയൊക്കെ നമുക്ക് അറിവുകളെ കരസ്ഥമാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഇതുപോലൊരു സംവിധാനം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. എല്ലാവർക്കും വിലപ്പെട്ട സമയങ്ങളാണ്. ആ വിലപ്പെട്ട സമയത്ത് തന്നെ ഒരു വർക്കിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തൻ്റെ എനർജി ഫുൾഫില്ല് ചെയ്തുകൊണ്ട്, റീചാർജ് ചെയ്തുകൊണ്ട് ഇറങ്ങുക എന്ന ഒരു മഹത്തായ ആശയം കൂടി ഈ ഒരു ഹൈ പ്ലേസ് മീറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ ലീഡേഴ്സും അവരുടെ അനുഭവ കുറിപ്പുകളും എക്സ്പീരിയൻസ് നമ്മോട് ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു മേഖല പരിചയമില്ലാത്തവർക്ക്, അറിവില്ലാത്തവർക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഓർക്കുകയാണ്. അതുകൊണ്ട് ഓരോ മോർണിംഗിലും ഇത് കേട്ട് പരിചയമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു മഹത്തായിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തവർ ഈ ഒരു മോർണിംഗ് സെഷൻ എന്നും കാത്തിരിക്കുന്നു. അവർ പേനയും ഡയറിയും എടുത്തുകൊണ്ട് ഓരോ ലീഡേഴ്സും പറയുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കുന്നു. അതനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുന്നു. വലിയ ടീമിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് വലിയ വരുമാനങ്ങളിലേക്കും അതുപോലെ തന്നെ വലിയ റാങ്കിലേക്കും അവർ കടന്നു ചെല്ലുന്നു എന്നുള്ളത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, BOP-കളാവട്ടെ, NDO-കളാവട്ടെ, ഇതുപോലെയുള്ള മീറ്റിങ്ങുകളാവട്ടെ, ഇങ്ങനെ ഒട്ടനവധി സെഷനുകളെ വളരെ ആസ്വദിച്ചുകൊണ്ട് ഉൾക്കൊള്ളുന്നവരുമുണ്ട്, വെറുപ്പോടുകൂടെ അവജ്ഞയോടുകൂടെ തള്ളുന്നവരുമുണ്ട്. ആ തള്ളുന്നവർ സ്വന്തം ജീവിതത്തിൽ തന്നെയാണ് തള്ളിക്കളയുന്നത് എന്ന് ചിന്തിക്കേണ്ടതും, ഇത് സ്വീകരിക്കുന്നവർ സ്വന്തം ജീവിതത്തെ മാത്രമല്ല, തൻ്റെ ഫാമിലിയെ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ സാഗരത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, വലിയൊരു സമൂഹത്തിന് വേണ്ടി കൂടിയാണ്. ഒരു സമൂഹത്തിന്റെ ഒരു ലീഡർഷിപ്പിലേക്ക് വളർന്നു വരാൻ ഉദ്ദേശിക്കുന്ന ഓരോ ആളുകളും ഒരിക്കലും ഇത് മറ്റൊരാള് കേൾക്കണം, നീ കയറണം എന്ന് പറയേണ്ട ഒരു നിർബന്ധിത സാഹചര്യം ഇല്ലാതെ തന്നെ സ്വയം ഇഷ്ടപ്രകാരം ഇത് ഉൾക്കൊള്ളാനും കേൾക്കാനും തയ്യാറാവണമെന്ന് ഈ സമയം സൂചിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ, നമുക്കറിയാം, നമ്മളൊക്കെ നെക്സസ് എന്നൊരു പ്രോഗ്രാമിലേക്ക് അതിനെ ഉറ്റുനോക്കുന്നു. കമ്പനിയുടെ 10,000-ഓളം വരുന്ന TC റാങ്ക് അബോവ് ആളുകള് പങ്കെടുപ്പിക്കുന്ന മഹത്തായിരിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ അടുത്ത മാസം നമ്മുടെ തൊട്ടടുത്ത് വരികയാണ്. അതിലേക്ക് റാങ്ക് അച്ചീവ് ചെയ്യാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ ആളുകളെയും ഈ സമയത്ത് അഭിനന്ദിക്കുന്നതോടുകൂടെ തന്നെ അവർക്ക് എല്ലാവർക്കും എന്ന് മാത്രമല്ല, ഏതൊരു റാങ്ക് അച്ചീവ് ചെയ്യാനും ഏത് റാങ്കിൽ അച്ചീവ് ചെയ്ത് അത് എൻജോയ് ചെയ്യുന്നവർക്കും
ഇന്ന് വലിയൊരു മെസ്സേജാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആ ഒരു മെസ്സേജ് നൽകുന്ന വ്യക്തി എന്നറിയാം, നമുക്കറിയാം SBGയിൽ എന്നല്ല, മൈ ലൈഫിൽ തന്നെ ഓൾ ഓവർ വലിയ ലീഡർഷിപ്പിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയും ഇപ്പോൾ കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് അച്ചീവ് ചെയ്യുകയും അഡ്വൈസറി ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഒരു പവർഫുൾ ലീഡറാണ്. ഈ ഒരു മഹത്തായിരിക്കുന്ന അവസരം അദ്ദേഹം ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, ഒരിക്കലും അത് ആളുകൾ ഈ ഒരു സംവിധാനം തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. പക്ഷെ മനോജ് സാറിന്റെ, അൽതാഫ് സാറിന്റെ, ഷുഹൈബ് സാറിന്റെ ഒക്കെ ഇടപെടലിലൂടെ അദ്ദേഹം ഇത് തിരിച്ചറിയാൻ തയ്യാറാവുകയും ഇന്ന് വലിയൊരു സമൂഹത്തിലേക്ക്, പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് ആരോഗ്യം, വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ച് വലിയ ടീമിൽ നിന്ന് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പവർഫുൾ ലീഡറാണ്. നമുക്കറിയാം, ഒരു വേവട്ടക്കാലം വിദ്യാഭ്യാസ മേഖലയിൽ പല ദേശങ്ങളിലും പല ഭാഷകളിലും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കുകയും 10-20ഓളം വരുന്ന ഭാഷകളിൽ അനായാസം ഏത് സബ്ജക്റ്റുകളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രിൻസിപ്പളായിട്ടും അതിന്റെ മാനേജർ പോസ്റ്റിലും ഇങ്ങനൊക്കെ ഇരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വിദ്യ നുകർന്നു കൊടുക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത ഒരു പവർഫുൾ ലീഡറാണ്. മാത്രമല്ല, ഞാനൊക്കെ അഭിമാനിക്കുകയാണ്, എന്നെ പോലെയുള്ള നൂറുകണക്കിന് ആളുകളെ ഇതുപോലെ സംസാരിക്കാനും സ്റ്റേജിലായി MC ആയിട്ടാവട്ടെ, പ്ലാൻ പ്രസന്റേഷൻ ആവട്ടെ, ഏതൊരാളെ മുന്നിൽ പോയിട്ടും എന്താണ് ഈ മഹത്തായിരിക്കുന്ന അവസരമെന്ന് വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതും ഈ സമയത്ത് വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്ന SBGയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന SBGയുടെ വലിയൊരു ടീമിനെ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പവർഫുൾ ലീഡറെ നമുക്ക് വളരെ വളരെ സൂക്ഷ്മതയോ അല്ലെങ്കിൽ മനസ്സ വാച കർമ്മ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ കൊടുത്ത് നമ്മൾ പേനയും ഡയറിയും കയ്യിൽ പിടിച്ച് ഒരു വാക്കുകളും മാറ്റിവെക്കാനില്ലാതെ നമ്മൾ അദ്ദേഹത്തിന്റെ ആദ്യാവസാനം വരെ ആ സെഷൻ നമ്മൾ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ ഈ ഒരു സെഷൻ അദ്ദേഹം നമുക്ക് നൽകുന്നതിന് മുമ്പ് ഇതിനു വേണ്ടി അദ്ദേഹം സമയങ്ങൾ ഇഷ്ടംപോലെ ചെലവഴിച്ചിട്ടുണ്ടാവും. കാരണം എന്താ, അദ്ദേഹത്തിന്റെ ഒരു സമയവും നഷ്ടപ്പെടരുത്, എന്നെ കേൾക്കുന്ന ആളുകൾക്ക് എന്നിലൂടെ വലിയൊരു ഉപകാരമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർ വലിയൊരു റാങ്കിലേക്കും വരുമാനത്തിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പവർഫുൾ ലീഡറാണ് അദ്ദേഹം. നമുക്ക് വിളിക്കാം, നമുക്കറിയാം മർച്ചന്റ് ഓഫ് ഡ്രീംസ് ഒട്ടനവധി ആളുകളിലേക്ക് എന്താണ് താൻ ആഗ്രഹിക്കുന്ന ലോകം, അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കേണ്ട ലോകം എന്തെന്ന് തിരിച്ചറിയാൻ സെഷനുകളിലേക്ക് തന്റെ ടീമിനെ കൊണ്ടുപോയ ഒരു പവർഫുൾ ലീഡറാണ്. നമുക്ക് നല്ലൊരു ഓൺലൈൻ കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ആ ഗ്രേറ്റ് ലീഡറെ നമുക്ക് വിളിക്കാൻ പറ്റും. മോസ്റ്റ് പവർഫുൾ ലീഡർ ഇസ്മായിൽ സാർ തയ്യാല. നല്ലൊരു കയ്യടി നമുക്ക് കൊടുത്ത് അദ്ദേഹം പ്ലീസ്. ഇസ്മായിൽ സാർ. Thank you. Wonderful. Good morning and wonderful morning to all of you. Subhan Mubarak. ഒരുപാട് സന്തോഷമുണ്ട്. നമസ്കാരം. വളരെ വണ്ടർഫുള്ളി മിസ്റ്റർ ഇബ്രാഹിം എമാനി സാർ പരിചയപ്പെടുത്തി. താങ്ക് യു ഇബ്രാഹിം സാർ. വാട്ട് എ വണ്ടർഫുൾ നൈസ് ഇൻട്രൊഡക്ഷൻ. ഹി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ലീഡർ ഇൻ മൈ ടീം. വളരെ സീരിയസ് ആയിട്ട് ടീമിനെ ബിൽഡ് ചെയ്തു. ഇന്നലെ അദ്ദേഹം തമിഴ്നാട് മേഖലയിലായിരുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. വയനാട് ചുരം കയറി തിരിച്ച് നാടുകാണി ചുരത്തിലൂടെ ഇറങ്ങി വന്ന് ഇന്ന് തമിഴ്നാട് സ്റ്റേറ്റിലെ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോയി. ഇന്ന് രാത്രി കുറെ വൈകിട്ടാണ് വന്നത്. പക്ഷെ നമ്മളുടെ ടീമിന്റെ ആസ്ഥാന MC എന്നുള്ള നിലയ്ക്ക് ഇന്ന് സാറെ തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും താങ്ക് യു ഇബ്രാഹിം സാർ. ഇന്ന് വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്ത് ലക്ഷറി EV കാറിലേക്ക് മിമ്പറിൽ നിന്ന്, മിഹ്റാബിൽ നിന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ സേവനം എല്ലാവർക്കും സാധ്യമാക്കിയ ഒരു പവർഫുൾ ലീഡറാണ് ഇബ്രാഹിം സാർ. വൺസ് അഗൈൻ താങ്ക് യു ആൻഡ് വണ്ടർഫുൾ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഒരുപാട് സന്തോഷമുണ്ട്, എവിടെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ല. കാര്യം എന്തായാലും എന്താ പറയാ, ഞാൻ നേരിട്ട് എന്റെ സംസാരത്തിലേക്ക് നേരെ പോകുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ടായിരിക്കും. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി സംവദിക്കാനും നേരിട്ട് കാണാനുമായതിൽ. കാര്യം ഇന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് കമ്പനിയുടെ അഡ്വൈസറി ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു NTC റാങ്ക് ലീഡറായിട്ടാണ് സംസാരിക്കുന്നത്. താങ്ക് യു സക്സസ്ബറി ഗ്ലോബൽ, താങ്ക് യു MI ലൈഫ് സ്റ്റൈൽ, താങ്ക് യു എൻറ്റയർ മൈ ലീഡേഴ്സ്. വൺസ് അഗൈൻ എല്ലാവരെയും ഈ വണ്ടർഫുൾ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് വളരെ കൗതുകവും സന്തോഷവും അതേപോലെ തന്നെ ഒരു മോട്ടിവേഷനും എനർജിയും ഒരു വലിയ തിരിച്ചറിവൊക്കെ കൂടിയാണ് നമുക്ക് ശരിക്കും സക്സസ്ബറി ഗ്ലോബൽ രാവിലെ മോർണിംഗ് സമയത്ത് ഇറങ്ങുന്ന ഈ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഐഫ്ലൈസ് മോർണിംഗ് സെഷനുകൾ, അതേപോലെ റീഇഗ്നൈറ്റ് സെഷനുകളൊക്കെ അതിന്റെ എല്ലാ അണിയറ ശില്പികളെയും സന്തോഷത്തോടെ ചെയ്യണം. എന്തായാലും ഈ മഹത്തായ
സൗഭാഗ്യം എനിക്ക് തിരിച്ചറിയാനും NTC ആയി നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രത്യക്ഷപ്പെടാനും സാധ്യമാക്കിയ പടച്ച തമ്പുരാൻ അൽഹംദുലില്ലാ അൽഫമറ. ഒരുപാട് സുഹൃത ജനങ്ങളുടെ പ്രാർത്ഥനയും വെൽ വിഷേഴ്സിന്റെ സപ്പോർട്ടും അതേപോലെ തന്നെ ഗൈഡ് ലൈനും അതേപോലെ തന്നെ മാതാക്കളുടെ കുരുത്തവും പൊരുത്തവും എല്ലാ സ്നേഹവുമാണ് നമ്മളൊക്കെ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യത്തിന്റെയും പിന്നിലെ ശക്തി എന്ന പോലെ എനിക്കും ആ ഒരു വിശ്വാസം 100% കറക്റ്റാണ്. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാതാപിതാ ഗുരു ദൈവം എന്ന 3 ശക്തിയെ അത് വിട്ട് കളിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറയുന്നത്, ലൈഫിന്റെ വിജയത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ 3 ശക്തിയെ നെഞ്ചേറ്റുകയും അതിനുവേണ്ടി ജീവൻ ബലിതർപ്പണം നടത്തുകയും ചെയ്താൽ വിജയം നൽകുന്ന ദൈവം തമ്പുരാൻ എന്തും നൽകും. അതുകൊണ്ട് നിങ്ങളെ വിജയം കിടക്കുന്നത് മാതാവിന്റെയും പിതാവിന്റെയും കാൽ കീഴിലാണ്. അവിടെ ഒരു കണ്ണീരുറ്റിയാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം എന്ത് നേടിയാലും അത് നേട്ടമാകില്ല, നേടിയാലും അത് കയ്യിൽ നിലനിൽക്കില്ല. അതേപോലെ 3ാമത്തെ ശക്തിയാകുന്ന ഗുരുവര്യന്മാർ. നിങ്ങൾക്ക് ഒരക്ഷരമെങ്കിൽ അക്ഷരം, അതല്ലെങ്കിൽ ബിസിനസിന്റെ ബാലപാഠമെങ്കിൽ അത് എന്തൊക്കെയാണെങ്കിലും ശരി, അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഗുരുക്കന്മാർ, അത് നിങ്ങൾ അപ്ലയൻസും ഗുരുക്കന്മാർ തന്നെയാണ്, മറ്റ് ഇതര ഗുരുക്കന്മാരും. അവരെയൊക്കെ നെഞ്ചേറ്റുക, പ്രാർത്ഥനയിൽ അവർക്കൊക്കെ എപ്പോഴും നിങ്ങളുടെ മനസ്സുണ്ടാവുക. എന്തായാലും അവരുടെയൊക്കെ ശക്തി കൊണ്ട് നമ്മളൊക്കെ വലിയ വിജയത്തിലേക്ക് നടക്കുന്നു. ദൈവം സഹായിക്കട്ടെ, ദൈവം കനിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും I would like to mention by all gratitudes our great powerful founder family, great Manoj sir and Lada madam, for this wonderful Successberry Global എന്ന് പറയുന്ന മഹത്തായ ഇൻക്യുബേറ്ററിനെ ജന്മം നൽകി തന്നിരിക്കുന്ന ഫൗണ്ടർ ഫാമിലീസിനെ, അതേപോലെ തന്നെ എന്നെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ചാനയിച്ച എൻ്റെ സ്പോൺസറും മെന്ററും വഴികാട്ടിയും ഗൈഡ് ലൈനും എൻ്റെ എല്ലാ വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത സ്നേഹവും നന്ദിയും കടപ്പാടുമുള്ള one and only most powerful my engine room Mr. Shuaib sir from Shermukh, RTC leader. നല്ലൊരു ഓൺലൈൻ ഗൈഡ് അദ്ദേഹത്തിന് കൊടുക്കാവുന്നതാണ്. ആൻഡ് ആൾസോ ഈ ബിസിനസിന്റെ മുന്നോട്ടുള്ള ചലനങ്ങളിലൊക്കെ എനിക്ക് സഹായമായി, ശബ്ദമായി, വെളിച്ചമായി നിന്ന ഗ്രേറ്റ് അൽതാഫ് സാർ. ആൻഡ് ആൾസോ മിസ്റ്റർ ITC ഗോയിൻ ഡയമണ്ട് മിസ്റ്റർ വിനോദ് സാർ. ആൻഡ് ആൾസോ ഏതൊരു സമയത്തും ഒരു കൈത്താങ് പോലെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പേടിക്കേണ്ട, എല്ലാ ലീഡർമാരും നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഉണ്ടെന്ന് വാക്കുകൊണ്ട്, ശക്തി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, വിഷ്വലൈസേഷൻ കൊണ്ട് നമുക്കൊക്കെ അഭിമാനമായി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ലെജൻഡറി പേഴ്സൺ, കാലം കാത്തുവച്ച കനക വൈഡൂര്യമായി ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അജയ്യ ശക്തിയായി നിൽക്കുന്ന ഗ്രേറ്റ് മുബീൻ സാർ. അതേപോലെ തന്നെ നമ്മുടെ ഒക്കെ എല്ലാ അപ്ലയൻസിനെയും സക്സസ് പാർട്ട്നേഴ്സിനെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. എന്നെ ഓരോ വിജയത്തിനും പ്രാർത്ഥനയിൽ നിന്ന് സ്റ്റേജിൽ കയറുമ്പോഴും ഇറങ്ങിയാലും ക്ലാസ് കഴിഞ്ഞാലും സാർ അടിപൊളി, നല്ല തകർത്തു, പൊളിച്ചു, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി എന്ന് വളരെ സ്നേഹത്തോടെ സ്നേഹം പങ്കുവെക്കുന്ന സക്സസ്ബെറി ഗ്ലോബലിന്റെ ഓൾ SBGNs, ഐ റിയലി താങ്ക് യു ഓൾ ഓഫ് യു. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് നമ്മുടെ ഈ വിജയത്തിന്റെ പിറകിൽ. എസ്പെഷ്യലി എനിക്ക് മറക്കാൻ പറ്റാത്ത എൻ്റെ എല്ലാമായ ട്രില്യനേഴ്സ് അക്കാഡമി എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ മുന്നിലും പിന്നിലും സൈഡിലും സാറേ നിങ്ങളവിടെ നിന്നാൽ മതി, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ അഭിമാനത്തോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, എന്തിനും ഏതിനും നമ്മൾ പറയില്ലേ, എന്താ പറയാ, പുലിക്കുട്ടികളായി നിൽക്കുന്ന നമ്മുടെയൊക്കെ എൻ്റെ ടീം അംഗങ്ങളാകുന്ന എല്ലാ ലീഡേഴ്സിനെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. എസ്പെഷ്യലി ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ സം നെയിംസ് ആൾസോ ഫ്രം ദിസ് ഗ്രേറ്റ് ലെജൻഡറി പേഴ്സൺസ് ഓഫ് മൈ ടീം. നമ്മളൊക്കെ ടീമിലൊക്കെ നമുക്കൊരു എഞ്ചിൻ റൂം ഉണ്ടാകുന്നതാണ്. അങ്ങനെ പടനായകന്മാരായി മുന്നിൽ നിൽക്കുന്ന ഗ്രേറ്റ് ഉവൈസ് സാർ, ജുനൈസ് സാർ, അഫ്സർ സാർ, മുസ്തഫ സാർ ആൻഡ് മിസ്റ്റർ ബിന്ദു കൃഷ്ണ, രജിത ബാബു, സമീറ മാഡം, ജസീല ബീഗം, അതേപോലെ തന്നെ അസീന ബീഗം, അഷ്റഫ് അലി സാർ, ആൻഡ് ആൾസോ യമാനി സാർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ലീഡർമാര്. കണ്ണൂരിന്റെ ഭാഗത്ത് ഗ്രേറ്റ് സാജി സാർ, അതേപോലെ തൃശ്ശൂർ ടീമിനെ നയിക്കുന്ന മിസ്റ്റർ പപ്പൻ സാർ ആൻഡ് ടീം, ആൻഡ് ആൾസോ കാലിക്കറ്റിന്റെ എന്താ പറയാ ഇതിഹാസമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഷീന മാഡം, പൊള്ളാച്ചി ആൻഡ് തമിഴ്നാട് ഭാഗയിലേക്ക് നോക്കുന്ന അസീസ്ക ആൻഡ് പാർട്ടീസ്, ആൻഡ് ആൾസോ നമ്മളുടെ എന്താ പറയാ മേലാറ്റൂർ ഭാഗ മനീഫ ആൻഡ് പാർട്ടീസ്, അതേപോലെ തന്നെ നമ്മളുടെ എൻഡയർ ലക്ഷദ്വീപ് ടീം. ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മളെ ലൈഫിൽ ബിസിനസിന്റെ മാത്രമല്ല, തിരിച്ചറിവിന്റെയും കാഴ്ചപ്പാടിന്റെയും മറ്റൊരു ലോകം സൃഷ്ടിച്ച ഒരു ലോകമാണ് എൻ്റെ ലക്ഷദ്വീപിലെ ടീം അംഗങ്ങൾ. അവിടുത്തെ പ്രധാന ലീഡർമാരാകുന്ന മലിഹാബി, ചെറിയബി ആൻഡ് സുലേഖബി ആൻഡ് അജറമബി എല്ലാവരും ഞാൻ ഓർക്കുന്നു. ആൻഡ് ആൾസോ ദ ഓൾ ലീഡേഴ്സ് ഫ്രം ഡിഫറെന്റ് കോർണേഴ്സ് ഓഫ് ദിസ് ഇന്ത്യ, ഫ്രം nooks and corners ഓഫ് ദിസ് ഇന്ത്യ. ഇന്ത്യയുടെ ഏത് ഭാഗത്തുള്ള ആൾക്കാരായിട്ട് അഗർ കോയി ആദ്മി മുംബൈ, ഡൽഹി, ഗുജറാത്ത് ആൻഡ് ആൾസോ അഹമ്മദാബാദ് ഈസ് ഫ്രം ഗുജറാത്ത് ആൾസോ ഐ നോ, ആൻഡ് ഉത്തർപ്രദേശ്, ഇങ്ങനെ ഏതെല്ലാമൊക്കെ ഭാഗത്തുണ്ടോ സബി ലോകോ തഹേ ദിൽ സെ ധന്യവാദ് സബ്. നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഒക്കെയാണ് നമ്മളൊക്കെ വളർന്നിരിക്കുന്നത്. നമ്മളൊക്കെ ഒരു കാരണമായി നിന്നേ ഉള്ളൂ. നിങ്ങളൊക്കെയാണ് ഓടിക്കാഞ്ഞ് ഓരോ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നത്. നിങ്ങൾ എന്നെ NTC ആക്കി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സത്യം. ഒരാൾ വേണ്ട എന്തെങ്കിലുമൊക്കെ ആവാൻ, അങ്ങനെ നിങ്ങൾ എല്ലാവരും ചെയ്തതാണ്. അതുപോലെ എന്നെ സ്ക്രീനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന
ഓൾ STC ആൻഡ് അബോ സീനിയർ ലീഡർമാർ, സക്സസ് ബ്രീ ഗ്ലോബലിന്റെ എല്ലാ ലീഡർമാരും, കാര്യം അവരാണ് നമ്മുടെ സീനിയർ ലീഡർമാരായിട്ടുള്ളത്. ബാക്കി എല്ലാ ലീഡർമാരും ഇന്നലെ മിനിഞ്ഞാന്നും വന്ന് ജോയിൻ ചെയ്ത ആളുകളൊക്കെ. അപ്പൊ ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ശക്തിയാണ്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ചില പ്രധാനപ്പെട്ട കുറച്ച് പേരുകൾ അങ്ങനെ ഓർത്തെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഇനിയും പറഞ്ഞാൽ തീരാത്ത എത്ര പേരുകളുണ്ട്. എല്ലാവർക്കും തമിഴ്നാടിന്റെ മേഖലയിലൊക്കെ ഇന്ന് നല്ലൊരു ടീം സെറ്റായി വരുന്നുണ്ട്. സബ്കോ ധന്യവാദ്. എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി സൊല്ലേ. இந்த സമയം അധികം കിടക്കലേ, അതുകൊണ്ട് അധികം ഒന്നും പറയുന്നില്ല. എന്നാലും എല്ലാവർക്കും അമ്പ് പാശം സ്നേഹം എല്ലാമേ ഞാൻ സൊല്ലേ. അപ്പൊ ബാക്കിയൊക്കെ കാര്യങ്ങൾ പിന്നീട് പറയാം. എന്തായാലും ശരി, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു വൺസ് അഗൈൻ. ഞാൻ എന്റെ മാറ്ററിലേക്ക് വന്നാൽ ഇബ്രാഹിം സാർ പറഞ്ഞ പോലെ തന്നെ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എന്റെ പ്രൊഫൈല് ടീച്ചിങ്ങും ട്രെയിനിങ്ങും കരിയറായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുക്കന്മാരുടെ പ്രാർത്ഥന കൊണ്ട്, രക്ഷിതാക്കളുടെ ഒക്കെ സ്നേഹം കൊണ്ടും നിങ്ങളൊക്കെയുള്ള ഒരുപാട് സുഹൃത ജനങ്ങളുടെ സന്മനസ്സുകൊണ്ടൊക്കെ ഒരുപാട് മേഖലയിൽ വിദ്യാഭ്യാസ സേവനങ്ങൾ നടത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു വ്യാഴവട്ടക്കാലം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ. ടീച്ചറായിട്ടും ട്രെയിനറായിട്ടും പല വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടും പ്രിൻസിപ്പളായിട്ടും ദൈവം കനിഞ്ഞേകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കാൻ, നിങ്ങളൊക്കെ ദൈവം കനിഞ്ഞേകിയിട്ടുണ്ട്. അത് എന്താന്ന് കണ്ടെത്താൻ മാത്രം ശ്രമിച്ചാൽ മതി. ആരും ടെൻഷൻ ആവണ്ട. എല്ലാവരും ദൈവത്തിന്റെ ഇഷ്ടദാസന്മാരാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എല്ലാവരും ടോപ്പായിട്ടാ ദൈവം പടച്ചത്. നമ്മളത് കണ്ടെത്തിയാൽ മതി എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. സോ ആ മേഖലയിൽ നിന്ന് ഒരു തിരിച്ചറിവിന്റെ ഭാഗത്തു നിന്നാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ 6ാമത്തെ വർഷത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ സീരിയസ്ലി നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടത്, ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ഒന്നാമത് തിരിച്ചവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അംബാനി സാർ പറഞ്ഞ പോലെ തന്നെ മനോജ് സാറുടെയും അതേപോലെ തന്നെ ഷുഹൈബ് സാറുടെയും അൽത്താഫ് സാറുടെ ഒക്കെ തുടങ്ങി ഒട്ടനവധി ലീഡർമാർ, റഫീഖ് സാർ, ഷംസു സാർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ലീഡർമാരുണ്ട്, ഒട്ടനവധി ലീഡർമാർ. ഇവരുടെയൊക്കെ പല സെഷനുകളും സംസാരങ്ങളും എൻ്റെ ലീഡർമാർ, മുബൈൻ സാറുടെ ഒക്കെ വലിയ സെഷനുകൾ ഇരുത്തി ചിന്തിപ്പിച്ച ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഓർക്കുന്നു, മനോജ് സാർ പണ്ട് എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ വന്ന് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇസ്മായിൽ, നീ ചെയ്യുന്ന മേഖലയിൽ നീ ഇതിഹാസമായിരിക്കാം, ടീച്ചറായിരിക്കാം, ട്രെയിനറായിരിക്കാം, വാട്ടവർ എന്തോ ആവട്ടെ, പക്ഷെ ആ മേഖലയിൽ നിന്ന്, ആ വർക്കിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് നിനക്ക് എന്ത് വരുമാനം വരും? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നെഞ്ചിൽ തറച്ചപ്പോൾ ഉറക്കമൊഴിച്ച രാത്രികളായിരുന്നു. കാര്യം നമ്മളൊക്കെ ചിലക്ക് ചിന്തിച്ചു നോക്കുക, കിട്ടിയ സാധനം ബെറ്റർ ആണ്, ഒരു സംശയമല്ല. ദൈവം നമുക്ക് ഇന്ന് എന്തെല്ലാമൊക്കെ തന്നോ, ഇറ്റ്സ് വണ്ടർഫുൾ, ഒരു സംശയമല്ല. ആ ഡെസ്റ്റിനി നല്ലതാ. നിങ്ങളെ കയ്യിൽ ഇന്ന് എന്തുണ്ടോ, ഇറ്റ് ഈസ് ഗുഡ്, അത് നന്മക്കാണ്, നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ ഗുഡും ബെറ്ററും ഉണ്ടായിരിക്കാം. അത് നമ്മൾ തേടി പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാൻ, ഇതുപോലെ ഒന്ന് ഒഴിഞ്ഞിരിക്കണം. നമ്മൾ നമ്മളോട് സംസാരിക്കണം. അല്ല, ഈ പോക്ക് പോയാൽ എവിടേക്കാ എത്തുക? ഇങ്ങനെ പോയാൽ നമ്മുടെ ഐഡന്റിറ്റി എന്തായി മാറുന്നുണ്ട്? നമുക്ക് ഈ ഐഡന്റിറ്റി മതിയോ? ഒരു പക്ഷെ ഞാൻ ടീച്ചറായിട്ടോ ട്രെയിനറായിട്ടോ അറിയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ചില കൂലി വേലക്കാരുണ്ട്, അതല്ലെങ്കിൽ ഗൾഫുകാരനുണ്ട്, അതല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ഉണ്ട്, വാട്ടവർ. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തൊക്കെയാവട്ടെ, ഒരു ഐഡന്റിറ്റി നിങ്ങളെ പേരിൽ നിന്ന് ഉണ്ടായിരിക്കും. നാട്ടുകാർ അന്വേഷിക്കും, അദ്രാമാൻ ആരോ, ഏത് അദ്രാമാന്? ആ മറ്റേ ദീന് പോകുന്ന, അപ്പൊ ഇന്ത്യ മണിക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ, അല്ലെങ്കിൽ ആ അൻസാറിനെ അറിയോ, അല്ലെങ്കിൽ ആ ഗോപാലനെ അറിയോ? അപ്പൊ ഒരു അഡ്രസ് ഉണ്ട്. അത് മതിയോ നമുക്ക്? അല്ല, അതുക്കപ്പുറം പോകാൻ നമുക്ക് പറ്റോ? ആ തിരിച്ചറിവും ചിന്തയും ഒക്കെ ഉണ്ടാക്കി തന്നത് നമ്മുടെ സക്സസ് ബറി ഗ്ലോബലിന്റെ, നമുക്ക് അഭിമാനമുള്ളത് അങ്ങനത്തെ ഒരു മാമരത്തിന്റെ തണലിൽ നമുക്ക് വരാനായി എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. അത് അതിന്റെ വിശാലത മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും. സോ വൺസ് അഗൈൻ ബിഗ് താങ്ക്സ് ഓൾ ദി എൻറ്റയർ SBG ആൻഡ് പവർ ഹൗസ് ഓഫ് ദിസ് ഗ്രേറ്റ് ഓർഗനൈസേഷൻ. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായി എനിക്ക് ഈ ബിസിനസ്സിനെ ചൂസ് ചെയ്യേണ്ടി വന്ന കാലത്ത് ഭയങ്കര രസമായിരുന്നു. നമുക്കൊക്കെ ഒരുപാട് പൊട്ടത്തരങ്ങളെ പോലെ തന്നെ എനിക്കും അത് വലിയൊരു പൊട്ടത്തരം തന്നെയാണെന്ന് ഇപ്പൊ തോന്നുന്നു. അന്ന് ഭയങ്കര സംഭവമായിരുന്നു. വന്നിരുന്നു, ഷുഹൈബ് സാറെ വീട്ടിലാണ് ഞാൻ ഈ ബിസിനസ് കേൾക്കാൻ ഇരിക്കുന്നത്. പലവട്ടം വിളിച്ചിട്ടുണ്ട്. ഒരു 4-5 മാസം അല്ലെങ്കിൽ ഒരു 3-4 മാസത്തിലേറെ എന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, അവിടെയാണ് ഇവിടെയാണ്, വന്നാൽ ഞാൻ സാറെ അറിയിക്കാം, ഞാൻ ഇന്നൊരു ട്രെയിനിങ് ചെയ്യുന്നത് ഔട്ട് ഓഫ് കേരളയാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ ആ മൂലക്കലാണ്, ഈ മൂലക്കലാണ്, പലതും പറയും. അത് നമ്മൾ തിരക്കാരന് സ്വയം ചിന്തിക്കണം. അപ്പോൾ കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്ന, നമുക്കൊന്നും ഒരു വിദ്യാഭ്യാസം ഇല്ല, ഉണ്ടെന്ന് തോന്നുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് തോന്നുന്ന ഒരു സാധനമാണ് എന്തൊക്കെയോ ആയി എന്ന്. പക്ഷെ അത് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ ആൾ കൂടെ സംസാരിച്ച് നമ്മളെ സ്റ്റഡി ചെയ്യാൻ നിൽക്കുമ്പോഴാണ്, നമ്മൾ സംസാരിക്കാൻ തന്നെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ വളർച്ചയോ തകർച്ചയോ അറിയില്ല. നമ്മൾ കേൾക്കാൻ നിൽക്കണം. ഒരു സമയത്ത് ലിസണർ ആകുന്ന സമയത്ത് നമ്മളെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും. സ്പീക്കർ ആകുന്ന സമയത്ത് നമ്മളെ ഗ്രോത്ത് ഡൗൺ കാണുന്നുണ്ട്. ഇതുമത്തെ ലോകത്തൊരു സയൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ലിസണിങ് മൂഡിൽ സ്റ്റുഡന്റ് ആയി നിന്നാൽ നമുക്ക് ഒരുപാട് വളരാൻ പറ്റും. സോ സീരിയസ്ലി അങ്ങനെ കേട്ടപ്പോൾ ഷുഹൈബ് സാർ വീട്ടിൽ വിളിച്ചു. അതുവരെ തിരക്ക് പറഞ്ഞ ഞാനൊരു 4 മാസത്തിന് ശേഷം വീട്ടിലെത്തി, സംസാരം തുടങ്ങി, പ്ലാൻ തുടങ്ങി. അന്ന് ഞാൻ വലിയൊരു അഭ്യസ്ത വിദ്യനെ പോലെ പലതും ചോദിക്കാണ്. കമ്പനിയുടെ MD ആര്, ചെയർമാൻ ആര്, CEO ആര്, അതാര്, ഇതാര്. ഇത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ അവരൊക്കെ നെറ്റ്വർക്കിന്റെ, നമ്മളെ ഭൂമിന്റെ പൊക്കള് കണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതിനെ കലക്കി കുടിച്ച മനുഷ്യന്മാരാണ്. അവർക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അവരാകെ നോക്കിയത് ഒരു പക്ഷേ നല്ല ഒരു അതോറിറ്റി പിറകിലുണ്ട്, അതിന് സഹായകമാകുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിന്റെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഹിസ്റ്ററിയും ബാക്കിലുണ്ട്. പിന്നെ ഇപ്പൊ ചെയർമാന്റെ പേര് തെരഞ്ഞു നോക്കണ്ടെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടാവും. പക്ഷെ എനിക്ക് ആ തിരുവാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചും ചെയ്തു.
അങ്ങനെ ആ സമയത്താണ് ഒരു അങ്ങനത്തെ ഒരാളുണ്ടല്ലേ. അപ്പൊ പിന്നെ വിളിയായി ചോദ്യമായി. അപ്പം ഒരാൾ കയറി വരണം, 4ാം ക്ലാസ്സും കുസ്തിയും. അൽത്താഫ് സാർ കയറി വരണം. പിന്നെ കുറെ സംസാരം വീണ്ടും നോളുന്നു. ചെയർമാന്റെ പേര് മുഴുവൻ കിട്ടിയിട്ടില്ല. പിന്നെ വരുന്നു റഫീഖ് സാർ. ഇങ്ങനെ തുടങ്ങി ചോദ്യമായി, പറച്ചിലായി, ചിരികളികളായി, ജോയിനിങ് ആയി, കാര്യങ്ങളായി, സംഭവമായി. സത്യം പറഞ്ഞാൽ കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ ചോദ്യം പൊട്ടത്തരാന്ന് മനസ്സിലായത്. കാരണം ഞാൻ പ്രവീൺ ചന്ദന്റെ കുടുംബത്തിൽ നിന്ന് പെണ്ണാലേക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇത് കേട്ട് അറിഞ്ഞിട്ട് എന്ത് കാര്യം. ഇവര് പറയണ പ്രവീൺ ചന്ദൻ എന്ന് പറഞ്ഞു, എനിക്ക് അയാൾ അറിയോ? ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ വിചാരിച്ച് ചോദിച്ചായിരിക്കാം. എന്തായാലും ശരി, ഇങ്ങനെയൊക്കെയുള്ള കുറെ പൊട്ടത്തരങ്ങൾ നിങ്ങളും ചോദ്യത്തിൽ തുടക്കത്തിൽ ഉണ്ടാവും. തുടക്കക്കാരോട് പറയാണ് കുറെ ചോദ്യങ്ങളൊന്നും വേണ്ട, ജയിച്ച ട്രാക്ക് റെക്കോർഡ് അവിടെ ഉണ്ട്, കണ്ണും ചുമ്പി വിശ്വസിക്കുക, ബ്ലൈൻഡ് ബിലീഫ്, ദാറ്റ് ഈസ് വെരി ഗുഡ്. അങ്ങനെ എന്തായാലും ഞാൻ എന്റെ യാത്ര തുടങ്ങാണ്. യാത്ര തുടങ്ങിയ സമയത്ത് വലിയ രസങ്ങളായിരുന്നു. ഒരു പക്ഷേ വോയിസ് സാറോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി. നമ്മളെ തുടക്കത്തിൽ കുറച്ച് ആൾക്കാർ, വോയിസ് സാറും ഞാനൊക്കെയാണ് ഏകദേശം തുടക്കത്തിൽ വന്ന ആൾക്കാർ. ഞങ്ങൾക്കൊരു GTS പോലും ഇവിടെ നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിലില്ലായിരുന്നു. ഞങ്ങൾ കാലിക്കറ്റേക്ക് പോകുന്ന ഒരു സമയമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്ന. അൽത്താഫ് സാർ അങ്ങോട്ട് വിളിക്കും, അവിടെ ചെല്ലും, അവിടെ ചൊവ്വാഴ്ച പോകും. അന്ന് തന്നെ സാറുമാർ പറഞ്ഞതനുസരിച്ച് ഞാൻ പാർട്ട് ടൈമർ ആയിരുന്നു, സമയം ഒട്ടുമില്ലായിരുന്നു. നിങ്ങൾ പറയുന്ന പോലെ സമയത്തിന്റെ കഥ പറഞ്ഞാൽ സുബഹിക്ക് 5 മണിക്ക് എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി 10 മണി വരെ ഞാൻ വീടിന് പുറത്തായിരിക്കും. അത്രയ്ക്കും വർക്ക് പാക്ഡ് ആയിരുന്നു. 5 മണിക്ക് തുടങ്ങിയാൽ സ്പിരിച്വൽ ട്രെയിനിങ് തൊട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ റിലീജിയസ് ക്ലാസ്സുകൾ തൊട്ട് 5 മണിക്ക് തുടങ്ങുന്ന സുബഹി നിസ്കാരത്തോടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ചിലപ്പോൾ 2 കൂട്ട് ഡ്രസ്സ് വേണ്ടി വരും. കാര്യം ഓരോ സ്ഥാപനത്തിനും ഒരു സ്പെഷ്യൽ കൂട്ടായിരിക്കും. ആ ലെവലിൽ ഡ്രസ്സ് പോലും കയ്യിൽ എക്സ്ട്രാ കരുതിയിട്ട് ഇറങ്ങുന്ന ഒരു ലെവലിലേക്ക് പോയിട്ട് രാത്രി 10 മണിക്ക് തിരിച്ചു വരിക. ഒരു പക്ഷേ നമ്മുടെ ക്ലബ്ബിൽ, നമ്മുടെ നാട്ടിലുള്ള ആ ക്ലബ്ബിലെ സെക്രട്ടറിയും പ്രസിഡന്റും പല പൊസിഷനിലും നമ്മൾ നമ്മുടെ സാമുദായികമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സക്രിയമായ ഇടപെടൽ, പല മീറ്റിങ്ങുകളും കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോൾ നല്ല ടയർഡാവും. പറഞ്ഞു വരുമ്പോൾ പല സംഭവമുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ പ്രത്യേകിച്ച് കാശൊന്നും പോക്കറ്റിൽ ബാക്കി ഉണ്ടാവില്ല. ഉണ്ടാവും, കിട്ടും, പക്ഷെ കിട്ടിയതിനെക്കാട്ടി അക്കപ്പുറത്ത് വേറെ ഓട്ടയിൽ കൂടി പോകും. ഇതാണ് ജോലിക്കാരന്റെ അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ. അങ്ങനെ സമയം ഒട്ടുമില്ലായിരുന്നു. ഞാൻ എപ്പോഴും എന്റെ ടീമിനോട് പറയും, എന്നേക്കാൾ ബിസിയുള്ള ഒരാൾ വരട്ടെ, അന്ന് ഞാൻ അയാളുമായി സംസാരിക്കാമെന്ന്. എന്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയോടത്തോളം കുറച്ച് നല്ല ബിസിയിൽ പോകുന്നവനാണ്. പക്ഷെ ആ ബിസി കാര്യത്തിലാണോ വിജയത്തിലാണോ എന്നുള്ള ചർച്ച പിന്നീട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊക്കെ തിരിച്ചറിവ് തന്നത് SBGയെ പോലെയുള്ള വലിയ ഓർഗനൈസേഷന്റെ പാർട്ടായി നമ്മൾ നിൽക്കുന്നു എന്നാണ്. സോ സീരിയസ്ലി അങ്ങനെ തുടങ്ങി. അങ്ങനെ സമയം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയാ, പണ്ട് ഞാൻ ബൈക്കിലോ അതല്ലെങ്കിൽ ബാബയിലേക്ക് പോകുന്ന അതിന്റെ കൂട്ടുകാരമാകുന്ന ഡ്രൈവർമാരുടെ കാറിൽ ബന്ദിയൂരിൽ കയറിയിട്ട് അങ്ങനെയൊക്കെയാ പോയിരുന്നത്. അപ്പൊ അവരുമായി കളികളി, തമാശകളും ചിരികളും, അതായത് മൊത്തത്തിൽ നമ്മൾ ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. എന്തായാലും ശരി, ഇതിന് സമയം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ കാലിക്കറ്റേക്ക് അങ്ങോട്ട് ബസ് യാത്ര ഉണ്ട്, ഇങ്ങോട്ട് 1.5 മണിക്കൂറുണ്ട്. ഞാൻ ചിന്തിച്ചു, ഈ ഡ്രൈവിംഗ് നിർത്താം, എന്നിട്ട് നമുക്ക് നേരെ KSRTC ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം ബസ്, കേരള ബസ്, നേരെ അതിൽ കയറിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 3 മണിക്കൂർ കിട്ടും. അവന്റെ ലൈഫിൽ 3 മണിക്കൂർ ഞാൻ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? എന്റെ ഡ്രൈവിംഗ് ഒഴിവാക്കി ആ വണ്ടിയെ സ്ഥലത്ത് പാർക്ക് ചെയ്തു, ഞാൻ ബസ്സിലേക്ക് മാറി. അപ്പൊ ആ ബസ്സിൽ എനിക്ക് പല ആൾക്കാരും വിളിക്കാൻ ചാൻസ് കിട്ടും. ഈ ബസ്സിന്റെ ക്ലാസ് വീണ്ടും ഇരുന്ന് കേൾക്കാൻ. ഈ ക്ലാസ് കേൾക്കുക എന്നുള്ളത് എനിക്കൊരു പ്രാന്താണ്. കാരണം വെച്ചാൽ എത്ര നോളജ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ കുറിച്ച് അവഗാഹ പാണ്ഡിത്യം നേടുക, അല്ലെങ്കിൽ ആ വിഷയത്തിനെ കുറിച്ച് ഒരു തറോ നോളജ് ഉണ്ടാക്കുക എന്നുള്ള ഒരു രസമാണ്. അങ്ങനെ ഞാൻ കേട്ടു, മനസ്സിലാക്കി, ഇങ്ങനെ സമയം കണ്ടെത്തി. അപ്പൊ ഞാൻ ഈ സമയമില്ല എന്ന് പറയുന്ന ആൾക്കാരോട് പറയണത്, സമയം കണ്ടെത്താനുള്ളതാണ്, ഒരാൾക്കും സമയം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഫ്രീ ടൈം ഉള്ളത് സെമിത്തേരിയിലാണ്. ഒഴിഞ്ഞ അങ്ങനെ കിടക്കും, ഒരു പണി ഉണ്ടാവില്ല. നോ വർക്ക് ഓൺലി വർക്ക്. അതാണ് ഏത് നമ്മുടെ സെമിത്തേരികളും ഖബർസ്ഥാനും, അവിടെയാണ് ഫുൾ ടൈം ഉള്ളത്. അതുകൊണ്ട് അതിനു മുന്നേ ദുനിയാവിൽ ഫുൾ വർക്കേ വർക്ക്. ആ വർക്കിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു വർക്കിന് സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ആ വർക്കിന് സമയം കിട്ടും. ഇല്ലെങ്കിൽ വർക്ക് കിറുക്കോ ഉറക്കാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. സോ സീരിയസ്ലി അങ്ങനെ തുടങ്ങി, യാത്രകൾ തുടങ്ങി. ഇൻഷാ അല്ലാ അങ്ങനെ പാർട്ട് ടൈം ആയിട്ടാണ് തുടക്കകാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഫുൾ ടൈമർ ആയിട്ട് മാറി, എന്റെ STCകൾക്ക് ശേഷം അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. സോ അതിലുള്ള രസകരമായ ലീഡർമാരുടെ ഒരുപാട് ഇടപെടലുകൾ ഞാൻ ഇന്നും ഓർക്കുകയാണ്. അതിൽ ഒന്നാമത്തെ രസകരമായ ഒരു സീനായിരുന്നു നമ്മുടെ എന്താ പറയാ, തുടക്കത്തിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. അവന് ഇങ്ങോട്ട് കേട്ട് ത്രില്ലടിച്ച് പ്രാന്തടിച്ച് 2,10,000 എന്നുള്ള സാധനം കേട്ടപ്പോൾ അങ്ങോട്ട് ആകെ ഹാലിളകിയിട്ടാവും. പറഞ്ഞു, ഇസ്മായിൽ സാർ നമുക്കൊരു കാര്യം ചെയ്യണം, ഞാൻ നാട്ടിൽ 4-5 ഫ്ലെക്സുകളെ ഓർഡർ ചെയ്യാൻ പോവാണ്, 2,10,000 ആഴ്ചയിൽ കിട്ടാൻ സുവർണാവസരം, നമുക്ക് ഈ ബ്ലോഗ്സ് ഒന്നാകെ വെക്കാം, അപ്പൊ നിങ്ങൾ മാറ്റർ ഉണ്ടാക്കിക്കോ, ഞാൻ എന്താ ചെയ്യാ ബാക്കി ഓർഡറുകളൊക്കെ പിടിക്കാന്നൊക്കെ പറഞ്ഞു. ഇവൻ തുടക്കത്തിൽ തന്നെ ജോയിനിങ് 2,10,000 പാഞ്ഞവനെ. അങ്ങനെ ലാസ്റ്റ് ഞാനത് ലീഡറുമായിട്ട് സംവദിച്ചു, ഇങ്ങനെ ഒരു സാധനമൊക്കെ ഭയങ്കര 2,10,000, നിങ്ങളിപ്പോൾ അതൊന്നും ചെയ്യേണ്ട സ്മൈൽ സാർ, ഇപ്പൊ നമ്മൾ പറയുന്ന ഈ റൂട്ടിലൂടെ പോയാൽ മതി, ഷോയിബ് സാർ, അൽത്താഫ് സാർ പറഞ്ഞ ആ റൂട്ടിലൂടെ അങ്ങനെ പോയി. പക്ഷെ രസം എന്താന്ന് ചോദിച്ചാൽ ഇതിന് ഫ്ലെക്സിന്റെ മാറ്റർ കൊടുക്കാത്തോണ്ടാവും നിർത്തിപ്പോയി. ഇങ്ങനെ പല രസങ്ങളുണ്ട്. നമ്മൾ എല്ലാ രസങ്ങളും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇതിനേക്കാൾ രസങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ തുടക്കത്തിലെ രസങ്ങളാണ്. അപ്പൊ നമ്മള് തുടക്കത്തിൽ ഭയങ്കര ത്രില്ലേക്കാൻ 2,10,000 കിട്ടാൻ പോകുന്നതാണ്. ഈ പ്ലാൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ 2 പോകും, അല്ലെങ്കിൽ 2,00,000 പോകും. അതിന് സമയം ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. LKG കുട്ടിയപ്പോൾ തന്നെ 10+ എടുക്കുമല്ലോ. അവനക്ക് ആ LKG കഴിഞ്ഞ് UKG കഴിഞ്ഞ് 10 ക്ലാസ്സും കഴിഞ്ഞ് SSLC എത്തിയിട്ടല്ലേ 10+. അപ്പൊ ആ സമയം ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് വരില്ല. കാത്തിരിക്കാനുള്ള മനസ്സുണ്ടാവണം വിജയത്തിൽ എപ്പോഴും. സോ സീരിയസ്ലി അങ്ങനെ ഒരു സംഭവം അതങ്ങനെ കഴിഞ്ഞു.
പിന്നെ തുടക്കത്തിൽ ഒരുപാട് സാധനങ്ങൾ, ആരെ വിളിച്ചാലും വരില്ല, അങ്ങനെയല്ല ഒരുപാട് പ്രശ്നങ്ങൾ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കേണ്ട, വിജയിച്ച മുഴുവൻ ആളുകളും നല്ല എണ്ണച്ചുരോടുമ്പോൾ കൂടി വന്ന നല്ല കല്ലും മുള്ളും താണ്ടിയാണ് ജയം എടുത്തിട്ടുള്ളത്. ഇന്നമാൽ ഉസ്രി യുസ്ര എന്ന് ഖുർആൻ പറഞ്ഞത് സത്യമാണെങ്കിൽ, നോ പെയിൻ നോ ഗെയിൻ എന്ന ലോകതത്വം സത്യമാണെങ്കിൽ, ഒരിക്കലും റിസ്ക് എടുക്കാതെ ഒരിക്കലും റിസ്ക് കിട്ടില്ല എന്ന സത്യമാണെങ്കിൽ റിസ്ക് എടുത്തേ പറ്റൂ, നല്ല സക്സസ് ഉണ്ടാവുള്ളൂ. അതിൽ യാതൊരു സംശയവുമില്ല. നോ പെയിൻ നോ ഗെയിൻ. അത് ലോകത്തിലെ നിയമമാണ്. അസിസോ സോവില്യോ റീപ്പ്. വിതച്ചതേ കൊയ്യാൻ പറ്റുള്ളൂ, വിതക്കാത്ത കൊയ്യാൻ പറ്റില്ല. സോ സീരിയസ്ലി ജയിച്ച മുഴുവൻ ലീഡർമാരെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അവരതിന്റെ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, വെറുതെ ജയിച്ചതല്ല. അങ്ങനെ ഞാനും നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്, പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. കാര്യം ഏറ്റവും വലിയ പരിഹാസം എന്ന് പറഞ്ഞാൽ, എന്റെ ക്യാമ്പസ് തന്നെ എന്റെ കുറെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ അഭിമാനത്തോടെ പറയായിരുന്നു, നിന്നെ പോലെ ഇസ്മോ ആയാൽ മതിയായിരുന്നു. കാര്യം എന്താന്ന് പറഞ്ഞാൽ, നിനക്ക് ഭാഷ, ഇൽമുണ്ട്, ദുൽമുണ്ട്, എല്ലാ സാധനത്തിന്റെ തിരിച്ചറിവുണ്ട്, ഇടപെടാൻ അറിയുന്നുണ്ട്, സംസാരിക്കാൻ അറിയുന്നുണ്ട്, എവിടുന്നും കേച്ചിലായി പോകാൻ അറിയുന്നുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മളല്ലേ ക്യാമ്പസിലെ ഒരു ഹീറോയിസം കളിക്കുന്ന രസകരമായ ചില സാധനം ഉണ്ടാകുമ്പോൾ ചില ലീഡർമാരൊക്കെ പറയുന്നത്, ആ ഫ്രണ്ട്സുകൾ ക്ലാസ്മേറ്റുകളൊക്കെ പറയും, നീ ജീവിതത്തിൽ ഭാവിയിൽ രക്ഷപ്പെട്ടാൽ ഞങ്ങളിൽ രക്ഷപ്പെടുത്തണം കേട്ടോ. ആ ആൾക്കാരൊക്കെ ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്ത് പറഞ്ഞപ്പോൾ ഒരുപാട് നെറ്റ് കോളിൽ നിന്ന് ഗൾഫിൽ നിന്ന് അവിടെ നിന്നൊക്കെ വിളിക്കും, എന്ത് പൊട്ടാ എനിക്ക് പറ്റിയത്, ഇത്രയും വലിയ ഭ്രാന്ത് ഞങ്ങൾ കണ്ടില്ല, നിനക്ക് എന്താ ബുദ്ധി അടിച്ചു പോയോ, അതായോ ഇതായോ. അപ്പൊ ഞാൻ ചോദിക്കും, സുഹൃത്തെ എന്റെ പേരിലല്ല കാര്യം, നിന്റെ കർമ്മത്തിലാണ്. പിന്നെ അതേ ഉണ്ടാവുള്ളൂ. പിന്നെ SMS പൊടിപൂരങ്ങൾ, അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചെറുമുക്ക് പോയിട്ട് ഷുഹൈബ് സാർക്കും ഫൈസൽ സാറൊക്കെ അത് കുറെ ഇരുന്ന് വായിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ആളറിയില്ല, ഒരുപാട് ആളുകൾ ഇന്ന ഉപദേശ കമ്മിറ്റീസാണ്. ഞാൻ സീരിയസ്ലി പറയാം, ഈ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിൽസെ കഹത്തും ദിൽക്കി സുനോത്തും, ജോലിക്കാരൻ നാട്ടുകാരോട് അന്വേഷിക്കും, ബിസിനസ്സാണ് ഹൃദയത്തോടെ ചോദിക്കുള്ളൂ. സോ ആദ്യത്തെ പോയിന്റ് ആയിട്ട് ഓരോ പോയിന്റുകളും ലെസണുകളും എന്റെ ലൈഫിലെ കാര്യങ്ങൾ ലെസണുകളായിട്ട് മാറുമ്പോൾ നിങ്ങൾ ഹൃദയത്തോട് ചോദിച്ചിട്ട് ഈ ബിസിനസ് തുടങ്ങുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ തുടങ്ങിപ്പോയി പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു. ലീഡർമാരൊക്കെ പറയുന്ന പോലെ തുടക്കത്തിലെ വലിയ പ്രതിസന്ധി വരുമെന്ന് പറഞ്ഞു. അതിനിടയ്ക്കൊരു പ്രതിസന്ധി ആയിരുന്നു. ഞാൻ കോഴിക്കോട് ക്ലാസ്സിന് വേണ്ടി പോകുന്ന സമയത്ത് വണ്ടി എനിക്ക് എന്താ പറയുക അവിടെ കൊണ്ടുവരുന്ന സമയത്ത് ആരൊക്കെയോ പറഞ്ഞ് ഹെൽമെറ്റ് അടിച്ചു മാറ്റുന്നുണ്ട്. ഞാൻ ബൈക്കായിട്ടാണ് ബസ് കയറാൻ ചില സമയത്തൊക്കെ പോവാറ്. എൻ്റെ അന്ന് ബൈക്കേ ഉള്ളായിരുന്നുള്ളൂ, കൂട്ടുകാരന്മാരുടെ കാറിലാണ് പോവാറുണ്ടായിരുന്നത്. സോ സീരിയസ്ലി ബൈക്കടെ നിർത്തിയ സമയത്ത് ഹെൽമെറ്റ് പോകുന്നുണ്ടാകുമ്പോൾ ഞാൻ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഒരു കാര്യം എനിക്കും എൻ്റെ ബൈക്ക് വേണമെന്ന് പറഞ്ഞല്ലോ, നീ എന്ത് ചെയ്താൽ എന്നെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് നീ പോരുമെന്ന് പറഞ്ഞു. ആ സുഹൃത്ത് എന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവന്റെ വേഗത കൂടി എന്നതാണ് നാട്ടുകാരൊക്കെ കണ്ടപ്പോൾ പറഞ്ഞത്. പക്ഷെ നടുവിലൊരു വെല്ലിപ്പ, ഒരു പാവം സാധുവായ വാർദ്ധക്യമുള്ള മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഓടിപ്പോയി ഇടിച്ചു, തെറിപ്പിച്ചു, എണ്ണച്ചുരോടിൽ വീണു. അദ്ദേഹത്തിന്റെ തുടയിലൊക്കെ പൊട്ടി. അദ്ദേഹം ICUലെത്തി, അൽമാസിലെത്തി. അങ്ങനെ ഞാൻ ആകെ ക്ലാസ് എടുത്തുകൊണ്ട സമയത്ത് ഈ ന്യൂസ് വന്നു. ആകെ തളർന്നു, അവശനായി. കാരണം വണ്ടി ഇടിച്ചത് എന്റേതാണ്. അപ്പോ ആ അർത്ഥത്തിൽ ഞാൻ തകർന്നിരുന്ന് ഞാൻ ഫോൺ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് എന്നെ ബിസിനസ്സിന് വിളിക്കുന്ന സമയത്ത് ലീഡർമാർക്ക് അറിയില്ല, നമ്മുടെ സൗണ്ട് ഒന്ന് ഇടറിയാൻ അല്ലെങ്കിൽ അത് ലീഡർമാരുടെ കഴിവാണ്, അത് തിരിച്ചറിയാൻ പറ്റുക. അങ്ങനെ വിളിച്ചപ്പോൾ അൽതാഫ് സാറ് എന്താ പറയാ, ഞാൻ പറഞ്ഞ സാർ ഇങ്ങനെ സംഭവം നടന്നു. അൽതാഫ് സാർ എടുത്തേക്ക് പറഞ്ഞ ഹൈർ ഉണ്ടാവും, പേടിക്കണ്ടായിരുന്നേ. ഞാൻ സത്യം പറഞ്ഞാല് ലോകത്തെ പല മോട്ടിവേഷൻ ഞാൻ കേട്ടിരിക്കുന്നു. പക്ഷേ എന്റെ വണ്ടി കുത്തി ഒരാൾ ICUലേക്ക് എടുക്കുന്ന സമയത്ത് അതിൽ ഹൈർ ഉണ്ടാവും എന്ന് പറയാനുള്ള ആ ചങ്കൂറ്റവും ആ മോട്ടിവേഷൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കായിരുന്നു. എനിക്കിപ്പോഴും അത്രയും വലിയ ഹൈർ തിരിഞ്ഞിട്ടില്ല എന്ന് ഇപ്പൊ ഞാൻ പ്രസന്റില് അൽതാഫ് സാർ പറയണം. പക്ഷെ അത് വലിയൊരു ചിന്ത എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അതാണ് നമ്മളെ ലീഡർമാർ. നമ്മൾ ഒരിക്കലും തളരാനോ വീഴാനോ അനുവദിക്കാതെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. അപ്പൊ ഞാനും ഇരുന്ന് ചിന്തിച്ചു, ലോകത്ത് പലയിടത്തും ഞാൻ മോട്ടിവേഷൻ ചെയ്തിരിക്കണം. 10,000-കണക്കിന് പിള്ളേർക്ക് 1000-കണക്കിന് സെഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മളെ വണ്ടി കുത്തി ഒരാൾ ICUലെത്തി, അതും വെല്ലിപ്പയാണ്. ഇത് എവിടേക്ക് എടുക്കാന്ന് അറിയില്ല. ആ ലെവലിൽ ബേജാറിൽ നിൽക്കുമ്പോൾ ഹൈർ ഉണ്ടാവും. ഇസ്മായിൽ സാർ ഡോൺ വരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹൈർ ഉണ്ടാവുമെന്ന് ചിന്തിച്ചു. എന്തായാലും ഇതൊരു നല്ലൊരു ചിന്ത എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരത്ത് പെട്ടെന്ന് ഫണ്ട് വേണമെന്ന് പറഞ്ഞു കുടുംബം ഫാമിലി കൂടി വന്നു. തെറ്റായാൽ തന്നെ അംഗീകരിച്ചു. ഒക്കെ ശരി, എന്നാൽ പോലും നമുക്കുണ്ടല്ലോ ആ ഹോസ്പിറ്റൽ ചെലവ് കൊടുക്കാൻ. അന്നേരത്ത് ഞാൻ മെയിൻലി ഒരു പാർട്ട് ടൈമറായിട്ട് ഇതിൽ നിൽക്കുന്നതുകൊണ്ട് ചില ട്രെയിനിങ് ഒക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് വലിയൊരു സൈഡ് ഫണ്ട് ഉണ്ടാക്കില്ലായിരുന്നു. അപ്പോ ആ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ എന്റെ വൈഫിന്റെ വളർത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, എന്റെ വൈഫിന്റെ വളി അവിടുന്ന് പെരിയിൽ തന്നെ വാങ്ങിക്കോ, പെട്ടെന്ന് ബാങ്ക് പോയിക്കോ, പണയം വെച്ചാൽ സാധനം ബില്ല് ചെയ്താൽ. അപ്പോ പെട്ടെന്നൊരു എമർജൻസി ഫണ്ട്, ഒഴിഞ്ഞ ഫണ്ട് ഇല്ലാതെ ജീവിതമില്ലാന്ന് തിരിച്ചറിയുന്ന ഒരു സാധനം ഉണ്ടാകാൻ അത് കാരണമായാൽ അൽതാഫ് സാർ പറഞ്ഞ ഒരു ഹൈർ അത് തന്നെയാണ്. സോ സീരിയസ്ലി അങ്ങനെ തുടങ്ങിയ യാത്രകൾ പലതും, ചലഞ്ചുകൾ പലതും വന്നിട്ടുണ്ടായിരുന്നു. കുടുംബത്തിലെ പരിഹാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് എന്റെ കുടുംബക്കാരനെ പ്രാർത്ഥിക്കും, എനിക്ക് നല്ല ബുദ്ധി വന്നാൽ മതി. എന്റെ പെങ്ങൾ ഒരുപാട് ഹത്തോതി ദ്വാരുന്നിരുന്നേക്കണം. കാര്യം എന്താണ്, നിസ്കാരപ്പായിരുന്നു കണ്ണീര് വാർത്താണ്ട് പറയും, ഈ ആയിരുന്നു ഞങ്ങളെ കുടുംബത്തിന്റെ ആകെയുള്ള പ്രതീക്ഷ, നിന്റെ വിജയങ്ങളായിരുന്നു, നീ ഇപ്പോൾ തല തിരിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് ആ സാധു പ്രാർത്ഥിച്ചിരിക്കുന്നത്. എന്തായാലും അവരുടെ പ്രാർത്ഥന നന്മക്ക് വേണ്ടി, അതുകൊണ്ട് ഞാൻ NTC ആയിട്ടുണ്ട് എന്തായാലും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കുടുംബത്തിൽ നടക്കുന്നതാണ്. അങ്ങനെ യാത്രകൾ തുടങ്ങി അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട്. അന്നൊക്കെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് മുന്നും പിന്നും ഇല്ലാതെ പായിലായിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവ് എന്താന്ന് ചോദിച്ചാൽ,
എന്താ പറയാ, ഇടക്ക് ഞാനിപ്പോൾ നിങ്ങളോട് ഓരോരുത്തരും പറഞ്ഞു, നമുക്കിന്ന് SBG എന്ന പ്ലാറ്റ്ഫോം നമ്മളെ ലീഡർമാരും ഒരു വഴികാട്ടിയാണ്. പക്ഷെ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ചില കുണ്ടിൽ ചാടിയിട്ട് ഇവിടെ ഒരു കുണ്ടുണ്ടെന്ന് അവിടെ നമ്മൾ ബോർഡ് വെക്കുമ്പോൾ പിന്നത്തെ ടീമിനോട് വരിഞ്ഞിങ്ങോട്ട് വരേണ്ട അവിടെ ഒരു കുണ്ടുണ്ടെന്ന്, അങ്ങനെയൊക്കെയായിരുന്നു ചിലത്. ആയിപ്പെട്ടതാണ് എൻ്റെ റിക്വയർഡ് പർച്ചേസ് ഒക്കെ ആയിപ്പെട്ടതാ. 18,000 രൂപ കൊടുത്തിട്ടാണ് ഞാനത് പഠിച്ചത്. അത് വലിയൊരു കോഴ്സാണ്. മൈ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ആരും ചെയ്തിരിക്കുന്ന ആ കോഴ്സ് എന്നറിയില്ല, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഷുഹൈബ് സാർ 12,000 രൂപ കൊടുത്തിട്ടാണ് ആ കോഴ്സ് പാസ്സായതെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. ഓരോ ലീഡർമാരും കോഴ്സ് ഫീ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തത് 18,000 ആണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ജോയിൻ ചെയ്ത വ്യക്തിയുടെ ID ഒരാൾക്ക് വിട്ടുകൊടുക്കലാണ്. അന്ന് പല ലീഡർമാരുണ്ട്, ഖാലിദ് എന്തൊക്കെയോ പറഞ്ഞ പല ലീഡർമാരും ആണ്ട് വിട്ടുകൊടുക്കലാണ്. സാറേ ഇത് അപ്പോൾ അവർ അടിച്ചു തരും, അവർ പറയും ID അടിച്ചിങ്ങനെ അദ്ദേഹത്തിന്റെ ID നമ്പർ. അപ്പൊ അദ്ദേഹത്തിന് ആ ID നമ്പർ കൊടുത്ത് ആപ്പ് സെറ്റ് ചെയ്യും, പർച്ചേസ് ചെയ്യും, സാധനം വാങ്ങും. എവിടെയാണ് ഐഡിയ എന്തെന്ന്, ഇത് ജീനോളജി എന്തെന്ന് ഇതൊന്നും നോക്കുന്ന പരിപാടി അന്നില്ല. അങ്ങനെ മൊത്തത്തിൽ എന്റെ ID അടിച്ചു വന്ന സമയത്ത് എന്റെ 3 ഐഡിയും ഓപ്പൺ ആയ രൂപത്തിലായിരുന്നു എനിക്ക് ലീഡർമാരൊക്കെ കിട്ടിയത്. ഞാൻ തിരിച്ചത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അത് എപ്പോഴാന്ന് ചോദിച്ചാൽ എന്നോട് ഇടയ്ക്ക് ലീഡർമാർ പറയും, മത്സര നിങ്ങളെ എന്താണ് ആ ടീം ഇപ്പോൾ ഒരു 50,000 പർച്ചേസ് ചെയ്തിട്ട് ഈ ചങ്ങായി വെറി സ്റ്റാർ ആകാത്ത, അങ്ങനെ തെരഞ്ഞു നോക്കുമ്പോഴാണ് അവൻ വേറെ ലെഗിലും ഇപ്പം വേറെ ലെഗിലും കേൾക്കാരം. അപ്പൊ അന്ന് പാച്ചില് മാത്രമായിരുന്നു. അന്ന് ഈ കുറെ ഇക്വേഷനും തിരിച്ചു മുറിച്ചലും ഒന്നുമില്ല, അണ്ട് പായ ചെയ്യാന്നുള്ളതിന്. സോ സീരിയസ്ലി അങ്ങനെ ഒരു ഐഡിയത്തെ വരുമാനം വരപ്പെടാതായപ്പോൾ കാണപ്പെട്ട നോക്കുന്ന സമയത്ത് റിക്വയർഡ് പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ 18,000 രൂപ പോയപ്പോൾ ഏകദേശം ബോധ്യം കിട്ടി. അതാണ് റിക്വയർഡ് പർച്ചേസിന്റെ ഫീസ് 18,000 എന്ന് പറഞ്ഞത്. സോ അത് നിന്നും അങ്ങനെ പിന്നെ കൊറോണയുടെ സമയത്ത് എങ്ങാണ്ട് എന്നോട് ലീഡർമാർ പറഞ്ഞു, നിങ്ങൾ മറ്റേ ഐഡിയിലൊക്കെ ബിസിനസ് നടക്കുന്നില്ല, നിങ്ങൾ ഇടയ്ക്കൊന്നും ചെക്ക് ചെയ്തുകൊണ്ടിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെക്ക് ചെയ്യാൻ നമുക്കിത് അറിയണ്ടേ, ഒരു മൊബൈലിൽ 2 ആപ്പ് തുറക്കാൻ പറ്റുമെന്നോ അതല്ലെങ്കിൽ അത് ഗൂഗിൾ കൂടെ നോക്കണം, നമ്മൾ ആ ചിന്തയിലില്ല. അതൊക്കെ ടെക്നോളജി അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ അയിമക്കൊന്നും നോക്കൂലല്ലോ. അതാണ് ഈ ബിസിനസ്സിൽ ആദ്യത്തെ സക്സസ്. നിങ്ങൾ എല്ലാവരും ചിന്തിക്കാനുള്ളത് കുറെ ആലോചിച്ചൊന്നും നിൽക്കണ്ട, ലീഡറുടെ കൂടെ പോയ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ തിരഞ്ഞെടുക്കുന്ന ലീഡർ നല്ല ഗ്രോത്ത് സോൺ ഉള്ള ലീഡർ ആണോ എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അല്ലാതെ തിരുവാടില്ലാത്ത ലീഡറുടെ കൂടെ അല്ല പായേണ്ടത്. 100% ഈ ബിസിനസ്സിലെ സക്സസ് ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു ലീഡർ മുമ്പിലുണ്ടെങ്കിൽ കണ്ണും ചെമ്പി ഓടുക. സോ അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എന്താ പറയാ, ഞാൻ മനോജ് സാർക്ക് ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എന്റെ 2ാമത്തെ ID STC അയക്കണം കേട്ടോ. സാർ മാഷാ അത് ഭയങ്കര സന്തോഷമായി. അപ്പൊ പോസ്റ്ററൊക്കെ വന്നു, സെക്കൻഡ് ID NTC ഇസ്മായിൽ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതുവരെ ആ സാധനം തന്നെ എന്താന്ന് പോലും നമ്മൾ ആരും നോക്കിയിട്ടില്ല. അങ്ങനെ 2 ID STC ഫാസ്റ്റ് ആയിട്ട് ഒരു സിംഗിൾ വർക്കിൽ SBGയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഡബിൾ ID STC ആകാൻ എനിക്ക് സാധ്യമായി ആ ചുരുങ്ങിയ കാലം കൊണ്ട്. അതും കൊറോണ സമയത്താണ്. അന്ന് കൊറോണയിൽ തുടങ്ങിയ ഈ മീറ്റിങ്ങുകളാണ് സത്യം പറഞ്ഞാൽ അന്നൊക്കെ ഒരു ശക്തിയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. അതേപോലെ തന്നെ നമ്മളൊക്കെ ഈ ബിസിനസ്സിനെ സീരിയസ് ആയി ഞാൻ എടുത്തത്. എന്റെ മേഖലയിൽ വർക്ക് ചെയ്ത വ്യക്തിയെ ഞാൻ മുന്നിൽ കണ്ടു. ഫോർ എക്സാമ്പിൾ എൻ്റെ കൂടെ മെഡിക്കൽ എൻട്രൻസ് സ്കൂളുകളിലാവട്ടെ കോളേജുകളിലാവട്ടെ അതുപോലെയുള്ള പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്ത ആള് 10 കൊല്ലം 15 കൊല്ലം ചെയ്തിട്ട് എവിടെ എത്തി നോക്കി. അപ്പൊ ഏകദേശം ഞാനിപ്പോ 5 കൊല്ലം ആയുള്ളൂ. അപ്പൊ ഞാൻ 10 കൊല്ലം കഴിഞ്ഞാൽ എവിടെ എത്താൻ എനിക്ക് മനസ്സിലായി. കാരണം ഇന്ന് അവന്റെ ലൈഫ് ഞാൻ കാണുന്നുണ്ട്. ഒന്ന് തിന്നാനും കുടിക്കാനും പോലും സമയമല്ലാതെ നമ്മളൊക്കെ ബാബയിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പുട്ട് ചിലപ്പം ഗുളിക കുടിക്കുന്നവരെ വായിലിട്ട് കണ്ട് വെള്ളം കുടിച്ച് പായേണ്ടി വരും ക്ലാസ്സിലേക്ക്. കാരണം കുറഞ്ഞ ടൈം ഒരു ചെറിയ പീരീഡോ എന്തെങ്കിലും ചെറിയൊരു സെക്കൻഡുകൾ ഉണ്ടാവുള്ളൂ. കാരണം അത്രയും പഠനം റാങ്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു ലോകമാണിത്. റാങ്കിന്റെ എന്താ പറയാ അതില് പൊലിമയിൽ ജീവിതം ഹോമിക്കുന്ന അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉരുകിക്കുന്ന ഒരു ടീമിന്റെ ലോകമാണ് ഇന്ന്. അവർക്ക് റാങ്കേ അറിയൂ. ജീവിതത്തിൽ സക്സസ്ഫുൾ ആയാലും ഉണ്ടായാലും ഇല്ലെങ്കിലും റാങ്ക് വാരി കൂട്ടണം, സർട്ടിഫിക്കറ്റ് വാരി കൂട്ടണം. എന്തിനാന്നൊന്നും ചോദിക്കരുത്. അപ്പോൾ സീരിയസ്ലി അങ്ങനെയൊക്കെ ഞാൻ ഇത് കണ്ട സമയത്ത് ഇപ്പോഴും ഓരോരുത്തർ ഫ്രീ അല്ല, നല്ല വരുമാനം മാസമുണ്ട്, ലക്ഷങ്ങൾ വരുമാനമുള്ള എത്രയോ ആളുകളെ എനിക്കറിയാൻ പറ്റും. പക്ഷെ സ്റ്റിൽ അവർക്കൊന്ന് നിൽക്കാനോ ഒന്ന് തിരിയാനോ മറയാനോ സമയമില്ലാതെ ഇതിന് എന്ത് കാര്യം, പിന്നെ എപ്പോൾ ജീവിക്കാനാണ്? ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെയാണ്. ഞാൻ ഇപ്പൊ ഈ സെക്കൻഡിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഈ മൊമെന്റിൽ തന്നെ ഞാൻ ജീവിക്കുന്നത്. അല്ല ജീവിതം ഇത് കഴിഞ്ഞിട്ട് 2030 തുടങ്ങുന്ന ഒരു വസ്തുവിന്റെ പേരല്ല. വാട്ട് എവർ യു ഹാവ് നൗ അറ്റ് പ്രസന്റ്, ഇന്ന് നിങ്ങളെ കയ്യിൽ എന്ത് സെക്കൻഡ് ഉണ്ടോ അതിൽ തന്നെ നിങ്ങൾ ജീവിക്കുന്നുണ്ട്. ആ ജീവിതം പ്രഷർ അടിച്ച് സമയമില്ലാതെ പണ്ടാറക്കാരനായിട്ട് നിൽക്കണമെങ്കിൽ എന്ത് ജീവിതം? അവിടെയാണ് ഞാൻ മൈ ലൈഫിന്റെ ജീവിതം കണ്ടത്. ഇന്ന് നമ്മൾ മുബീൻ സാറെ കഥ പറഞ്ഞ പോലെ റോയൽ ഡയമണ്ട് ആയിട്ട് വിമാനം ഇറങ്ങിയതാണ് അമേരിക്കയിൽ. അവിടുന്ന് നിന്നിട്ട് അദ്ദേഹം ക്രൗൺ ഡയമണ്ട് അടുത്ത വിമാനം കിട്ടി കയറുള്ളൂ. ഞാൻ അതായത് ക്രൗൺ അംബാസഡർ ആയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ഒരു ജീവിതമല്ലേ? അതുള്ളത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണെന്ന് SBGയുടെ ലീഡർമാരുടെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ആ തിരിച്ചറിവാണ് ഞാൻ ഒന്ന് ഇങ്ങോട്ട് മാറാൻ കാണും. സോ അറിവിന്റെ മുകളിലെ തിരിച്ചറിവിന് വേണ്ടി പരിശ്രമിക്കാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ബിസിനസ് മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് അപ്ലയൻസിന്റെ സ്നേഹമുണ്ടാകും, ലാളിപ്പുണ്ടാകും, ശിക്ഷണങ്ങൾ ഉണ്ടാകും, ശിക്ഷകൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാവണം. ആദ്യം നമ്മൾ റെഡി ടു ചേഞ്ച് എന്നുള്ളതാണ്. നമ്മൾ മാറാൻ റെഡിയാവാം. ഈ മാറ്റം ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും, പക്ഷെ നമ്മൾ മാറാൻ റെഡിയാവും. നമ്മൾ കുറെ ആൾക്കാർ പറയുന്നത് ഞാൻ ഈ ബിസിനസ്സിൽ വന്നാൽ ഓർഡിനറിയിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് വന്നതാണ്. പക്ഷേ ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദാറ്റ് എക്സ്ട്രാ? നീ ചെയ്യാൻ പോകുന്ന എക്സ്ട്രാ എന്താണ്? ഓർഡിനറി ജീവിതത്തിൽ എനിക്ക് ഇന്നേ വരെ പുസ്തക വായനയിലായിരുന്നു, പക്ഷെ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് എനിക്ക് ആവശ്യമുണ്ടോ? ആ ഓർഡിനറിയിൽ നിന്ന് മാറിയ എക്സ്ട്രാ കാര്യം എത്ര ഉണ്ട്?
അതിന്റെ എണ്ണം എത്രയുണ്ട്, വണ്ണം എത്രയുണ്ട്, അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും. എക്സ്ട്രയുടെ ക്വാളിറ്റി ക്വാണ്ടിറ്റി കൂട്ടിയാൽ നിന്റെ എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ വാക്കിനെ വിശദീകരിച്ച് മനസ്സിലാക്കുക. ഇപ്പൊ എനിക്കത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ വരിയിൽ പറയണ ലീഡർമാർക്ക് തിരിഞ്ഞിട്ടുണ്ടാവും, അവർ പറഞ്ഞുതരും. എത്ര എക്സ്ട്രന്റെ എണ്ണം കൂട്ടുക, എണ്ണം കൂട്ടിയതിന്റെ വണ്ണം കൂട്ടുക, ഇത് രണ്ടും പ്രധാനമാണ്. സോ ആ എക്സ്ട്രാ ഓർഡിനറിയിലെ എക്സ്ട്രന്റെ എണ്ണം കൂട്ടിയിട്ട് നമ്മളെ ലൈഫിനെ സെറ്റിൽ ആക്കുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതിന് ഒരുപാട് പെയിൻ എടുക്കേണ്ടി വരും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എന്താ പറയാ, ഒരിക്കല് ബിസിനസ് വേണ്ടിയിട്ട് ഞാൻ രാത്രി കാലങ്ങളിലൊക്കെ ആണ്ട് ഇറങ്ങുന്ന സമയത്ത് എന്താണ് എന്റെ ക്ലാസ് കഴിഞ്ഞൊക്കെ വന്ന സമയത്ത് ജുനൈദൊക്കെ വന്ന സമയത്താണ് തോന്നുന്നത്, ജുനൈദുമായിട്ട് വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ എന്താ പറയാ, ഇവിടെ നമ്മുടെ കീഴ്ശ്ശേരി ഭാഗത്തോ ഏതൊരു ലോങ് ഏരിയയിലാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് 50-60 കിലോമീറ്റർ വിദൂരങ്ങളിലാണ്. നല്ല ഇടിയും മഴയും തകർത്ത് പെയ്യുന്ന സമയത്ത്, നല്ല കോരി ചൊരിയുന്ന മഴയാണ്. ആ സമയത്ത് വൈഫ് വിളിച്ചു ഏകദേശം 10, 12, 16 കോളോളം വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് മൊബൈൽ മാറ്റി വെച്ചാൽ ആ സമയത്ത് പിന്നീട് ഞാൻ എന്ത് ചെയ്യില്ല, മറ്റൊന്നിലേക്ക് നോക്കില്ല. എന്റെ ഫോക്കസ് ക്ലാസ്സിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ബിസിനസ് പ്രൊഫഷണൽ ലൈഫിലേക്ക് മാത്രം. അതും നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ മൊബൈൽ കൈക്കുണ്ടാവും, ലീഡർ ക്ലാസ് എടുക്കും, അപ്പൊ തന്നെ ഒരു കോൾ വന്നാൽ നീച്ചോവും. അങ്ങനെ 10-20 വട്ടം ഇയാൾ നീറ്റവും, പക്ഷെ ഇയാൾക്ക് 2-10 വേണേനും ഇയാള് ക്ലാസ്സിൽ ഇരിക്കൂല്ല താനും. അതും നമ്മുടെ ഒരു പ്രശ്നമാണ്. നമ്മൾ എവിടെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളെ പൂർണ്ണമായി കോൺസെൻട്രേഷൻ ലീഡറിലേക്ക് സെറ്റ് ആകുമ്പോൾ ഇതവിടെ ഇരിക്കാൻ നമ്മൾ സെറ്റ് ആണ്. നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും അന്നേറ്റം മൊബൈൽ എടുക്കണ്ടെന്ന് അങ്ങനെ വിചാരിച്ചോളൂ, നമ്മളാണ്ട് ഉറങ്ങിയെന്ന് വിചാരിച്ചോളൂ. അല്ലാതെ എല്ലാ മൊബൈലും എടുക്കണം, എല്ലാത്തിനും പുറത്തു പോകണം, തുപ്പാൻ പോകണം, വലിക്കാൻ പോകണം, ചിരിക്കാൻ പോകണം, കളിക്കാൻ പോകണം, മൊബൈൽ സംസാരിക്കാൻ പോകണം, അതിന്റെ കൂടെ കേൾക്കുമ്പോഴാണ് തന്നെ ഒക്കെപ്പാടെ നടക്കൂല. അപ്പൊ ആ അർത്ഥത്തിൽ എന്നെ വിളിച്ചിട്ട് കിട്ടായത് ജുനൈദിനെ വിളിച്ചു. വൈഫ് പറഞ്ഞു, നിങ്ങൾ എവിടെ ഉള്ളത്, ഇവിടെ കറണ്ട് ഇല്ല, വീട്ടിൽ ഇൻവെർട്ടർ സിസ്റ്റം വന്നത് സെറ്റല്ലേ. നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ മെഴുകുതിരിയുടെ ഇൻവെർട്ടറാണ്, ഫുൾ ടൈം എപ്പോൾ വേണമെങ്കിലും നമുക്ക് കത്തിക്കാം, അതിന് കറണ്ട് വേണമെന്നൊന്നുമില്ല. ഒരു തീപ്പെട്ടി ഉണ്ടെങ്കിൽ സാധനം ശരിയാവും. അങ്ങനെ എന്തായാലും ശരി, പരിസരത്താണെങ്കിൽ ആൾക്കാർ, എൻ്റെ വീടിന്റെ പരിസരത്തുള്ള ആൾക്കാർ, അയൽവാസികളൊക്കെ എവിടേക്കോ വിരുന്നോ എന്തോ പോയതുമാണ്. വീട്ടിൽ വൈഫ് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ പൈതലും. എൻ്റെ കുട്ടിയുടെ വരവിലാണ് ഞാൻ ബിസിനസ്സിലേക്ക് വന്നത്. എൻ്റെ കുട്ടിയുടെ കണക്ക് പറയുമ്പോൾ എൻ്റെ കുട്ടികളെ കണക്കാണ് ഞാൻ ബിസിനസ്സിലെടുത്ത കാറിന്റെ കണക്ക്. അപ്പൊ ഞങ്ങളെ സംശയം ഇനി ഒന്നാമത്തെ കുട്ടി ഒന്നാമത്തെ കാറ്, രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ കാറ്, ഇനി കുട്ടി ആദ്യം വേണോ കാർ ആദ്യം വേണോ എന്നുള്ള ഡൗട്ടിലാണ്. എന്തായാലും ഞങ്ങൾ മെന്ററിങ്ങിന് ഇരിക്കുന്നുണ്ട്, അതിന്റെ കാര്യം പിന്നെ ശരിയാവും. സോ സീരിയസ്ലി ഇത് ഒരു ബിസിനസിന്റെ രസകരമായ ഒരു സീനുമാണ്. സോ എന്തായാലും ശരി, എന്താ പറയാ, നമ്മുടെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ജുനൈദ് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ, സാർ എന്തിനാ രണ്ടാമത് വീണ്ടും 8 മണിക്ക് ശേഷം അടുത്ത അപ്പോയിന്റ്മെന്റ് എടുത്തത്, സാറിന് പോകാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, ജുനൈദ്, ഞാൻ ഏറ്റെടുത്തത് പടച്ചോന്റെ അടിമകളെയാണ്, എന്റെ ആൾക്കാരെ പടച്ചോനെ ഏറ്റെടുത്തോളും. ഞാൻ ആ സമാധാനം കൊടുത്തു. കാര്യം അവര് പോലും അത്ഭുതപ്പെട്ടു. ഇങ്ങനെയുള്ള 1-2 ദിനങ്ങളല്ല, ദിനരാത്രങ്ങളോടുള്ള കഥകൾ ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എന്റെ വൈഫും കുട്ടിയും എടുത്ത ത്യാഗം കൂടിയാണ് എന്റെ NTC. അങ്ങനെ ഫാമിലി സപ്പോർട്ട് ആവാൻ നിങ്ങൾ നിൽക്കുക. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങളെ വൈഫ് ബിസിനസ്സിന് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഹസ്ബൻഡ് ബിസിനസ്സിന് പോകുന്നുണ്ടെങ്കിൽ, അതിനൊരു ത്യാഗം ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ഫാമിലി ആയിട്ട് റെഡിയാവും. കാരണം അവരുണ്ടാക്കി കൊണ്ടുവന്നാൽ അത് നമുക്ക് തന്നെയല്ലേ. ഈ തിരിച്ചറിവ് എന്റെ വൈഫിനുണ്ടായതുകൊണ്ട് അവളും ഒരുപാട് ഡെഡിക്കേഷൻ എടുത്ത് തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിലെ സക്സസ് ആയതും. കാര്യം ഒരുപാട് ദിനരാത്രങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു ചെറുപ്രായക്കാരത്തി പെണ്ണ് ഒറ്റയ്ക്ക് വീട്ടിൽ, എന്റെ വാപ്പയില്ല ഉമ്മയില്ല, രണ്ടാളും മരിച്ചു പോയിട്ടുണ്ട്. ഏട്ടന്മാരൊക്കെ വേറെ വീടെടുത്ത് വേറെ സ്ഥലങ്ങളിലാണ്, അനിയൻ നാട്ടിലില്ല, വേറെ വർക്കുമായി പുറത്താണ്. അങ്ങനെ ഞാനും വൈഫും മാത്രം കുട്ടിയും മാത്രമുള്ള ആ ഒറ്റ വീട്ടിൽ നിൽക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ബിസിനസ്സിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് റിസ്ക് ആണ്. ചില സമയത്തൊക്കെ ചില ക്ലാസ്സുകൾക്ക് പോയാൽ നേരം വൈകുമെന്ന് തോന്നിയാൽ, ചിലപ്പോൾ എറണാകുളം പോകുമ്പോൾ, അല്ലെങ്കിൽ ചില അപ്പോയിന്റ്മെന്റുകളൊക്കെ ഞാൻ പോയാൽ ചിലപ്പം തിരിച്ച് 2, 3, 4 ദിവസം കഴിഞ്ഞൊക്കെ വരും. അതിന് ഉദാഹരണമാണ്, ഞാൻ TC ആകുന്നതിന് മുന്നേ തന്നെ കണ്ണൂർ പോലുള്ള ഏരിയകളിലൊക്കെ ഞാൻ വീടെടുത്ത് നിൽക്കുമായിരുന്നു, ഒരാഴ്ചകളോളം നിന്നിട്ട്. ആ സമയത്ത് ഞാൻ തിരിച്ച് ചില JTSലേക്കൊക്കെ, മലപ്പുറത്തല്ല കോഴിക്കോട് വരുന്ന സമയത്ത് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് ഈ കയ്യടികളൊക്കെ കിട്ടുമായിരുന്നു. കാര്യം എന്താണ്, നമ്മൾ ആരും ചെയ്യാത്തൊരു കർമ്മ ഇസ്മായിൽ സാർ ചെയ്തു, അദ്ദേഹം ഇന്ന് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് കയ്യടിയൊക്കെ കിട്ടുമായിരുന്നു. അന്ത ചെറുപ്പകാലത്ത് തന്നെ, അല്ലെങ്കിൽ ബിസിനസിന്റെ ചെറുപ്പകാലം നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ, അന്നേ നമ്മൾ പുറത്തു പോയിട്ട് നിൽക്കാനും ഡെഡിക്കേഷൻ എടുക്കാനും റെഡി ആവുമായിരുന്നു. എപ്പോഴും മനസ്സിലാക്കുക, ബിസിനസ് കിടക്കുന്നത് അവനാ നാട്ടിലല്ല, പുറത്താണ്. പുറത്ത് ബിസിനസ് ചെയ്താൽ ഫാസ്റ്റ് ആവും എന്ന് മാത്രമല്ല, നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അങ്ങനെ എന്താ പറയുക, ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന മാറ്റർ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പുറത്തു പോയി നിൽക്കാറുണ്ട്, ചെയ്യാറുണ്ട്. പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് വൈഫിനെയും കുട്ടീനും ആദ്യം വൈഫിന്റെ വീട്ടിൽ കൊണ്ടുവരണം, എന്നിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് 10-11 മണിക്ക് വീട്ടിൽ വരും. ഉറങ്ങിയ കുട്ടിയെ തോളിലിട്ട് ബൈക്കിലിരുത്തി വീട്ടിൽ കൊണ്ടുപോകണം. പിറ്റേന്ന് രാവിലെ വീണ്ടും വൈഫിനെ കൊണ്ടുവരണം. ഇങ്ങനെ ഒരു വലിയ റൊട്ടേഷൻ ആയിരിക്കും. ലീഡർമാരെ വിളിക്കുമ്പോൾ എന്താ നേരം വീങ്ങുന്നു ചോദിച്ചാൽ, ചെറിയ ആൾക്കാർക്ക് ചില കാരണം ഇത് പറഞ്ഞെടുക്കും. പക്ഷേ ഇതൊക്കെ ഇതിന്റെ ഒരു കാരണങ്ങളായിരുന്നു. കാര്യം നമ്മളൊന്നും അറിയില്ല, ഉമ്മയും ബാപ്പിയും ഉണ്ടാകുമ്പോൾ വില അറിയില്ല. കാര്യം അവരൊക്കെ വീടിന്റെ വിളക്കാണെന്ന് അറിയില്ല, വിളക്ക് കെട്ടാലാണ്. അപ്പൊ അത് മനസ്സിലാവും ഏകദേശം. ഞാനത് നന്നായിട്ട് മനസ്സിലാക്കിയ ആളുമാണ്. കാര്യം ഒരുപാട് കാര്യങ്ങൾക്ക് വീട്ടിൽ അവര് സഹായകമാണ്. അവരവിടെ ഉണ്ടായാൽ മതി. ആ ഉണ്മ തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് തരും. പക്ഷെ അവരില്ലാതിരുന്നാൽ ആ ശൂന്യത എന്ന് പറഞ്ഞാൽ എന്ത് വെച്ച് ഫില്ല് ചെയ്താലും എത്തൂല്ല. അത് അനുഭവിച്ചാലാണ് ഈ ബിസിനസ് നന്നായിട്ട്. ഞാൻ പറയുന്നത്, ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്കുള്ളിലൂടെയും കല്ലും മുള്ളും വിരിച്ച പാതയിൽ കൂടി തന്നെയാണ് സഞ്ചരിച്ചത്. അത് നമുക്കൊരു ഹരമാണ്, അത് നമുക്കൊരു ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചലഞ്ച് നമുക്കൊരു എനർജിയായി മാറും, ഒരു വലിയ ശക്തിയായി മാറും. ബിസിനസ് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ നെവർ കിറ്റ്, മുന്നോട്ട് പോകുക, വിന്നേഴ്സ് നെവർ കിറ്റ് എന്നാണ്. വിജയിച്ചവർ പതിവായി ഇട്ട് പോകില്ല. സോ നെക്സ്റ്റ് ഒന്ന് പറഞ്ഞാൽ,
ചിലപ്പോൾ ലീഡർമാർ നമ്മളെ ഗുണദോഷം വയ്ക്കും, നമ്മളെ നന്നാവാൻ വേണ്ടി പറയും. ഫോർ എക്സാമ്പിൾ നമുക്കൊന്നും ചില എന്താ പറയുക ലീഡർമാർ പറയാൻ ചില വരികളൊന്നും ചിലപ്പോൾ ഒന്നുമില്ല ദഹിക്കാതെ വരും. എന്തിനാ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവിടെ മനസ്സിലാകുന്നത് മനുഷ്യനിക്ക് 3 ലൈഫാണ്. ഒരു പ്രൊഫഷണൽ ലൈഫ്, ഒരു പേഴ്സണൽ ലൈഫ്, ഒരു സോഷ്യൽ ലൈഫ്. ഈ 3 സാധനങ്ങൾ എഴുതി വെച്ചോ. ഒന്ന് പ്രൊഫഷണൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, ദെൻ നമ്മളുടെ പേഴ്സണൽ ലൈഫ്. ഇവിടെ ഈ ബിസിനസിന്റെ പ്രത്യേകത, പ്രൊഫഷണൽ ലൈഫ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ സെറ്റ് ആയാൽ ബാക്കി 2 ലൈഫും സക്സസ് ആവും. മറ്റുള്ള ഏത് ഇൻഡസ്ട്രിയിലും പ്രൊഫഷണൽ ശരിയായാൽ പേഴ്സണൽ ശരിയാവില്ല, പേഴ്സണൽ ശരിയായാലും പ്രൊഫഷണൽ ശരിയാ നിർബന്ധമില്ല. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക സോഷ്യൽ ലൈഫ് ശരിയായാൽ പേഴ്സണൽ ലൈഫ് ശരിയാ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സീരിയസ്ലി എല്ലാവർക്കും ഓരോ മുഖങ്ങളായിരിക്കും. പക്ഷേ ഈ ഇൻഡസ്ട്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്, മൈ ലൈഫ് സ്റ്റൈൽ പോലെയുള്ള ഡയറക്റ്റ് സെല്ലിങ്ങിന്. ഇതിലെ പ്രൊഫഷണൽ ലൈഫ് സെറ്റായ എല്ലാ ലൈഫും ക്ലിയർ ആവുന്നതാണ്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും വലിയ ശക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാതെ വരും. ഇപ്പൊ എന്റെ ഓർമ്മയിൽ ഞാൻ ഇന്നും ഓർക്കുന്നത്, രസകരമായിട്ട് ഓർക്കുന്നതാണ്. ഇപ്പോൾ അന്ന് എനിക്കത് ദഹിക്കൂലായിരുന്നു, പക്ഷേ പിന്നീട് അത് ദഹിക്കാൻ തുടങ്ങി. കാരണം ഞാൻ എന്നെ സെറ്റാക്കിയത് അതിന് വേണ്ടിയിട്ടായിരുന്നു. ഞാനത് തുടക്കത്തിൽ പറഞ്ഞു. ഇപ്പോൾ ജുനൈദിന്റെ കൂടെ യാത്ര ചെയ്ത സമയത്ത് തന്നെ ആ സെറ്റാക്കൽ ഞാൻ അങ്ങനെ നടത്തിയതാണ്. കാര്യം ജുനൈദിനെ പോലെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ എനിക്ക് ഇതിൽ വെളിച്ചം കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന വഴിയിൽ തന്നെ മാറി നിന്ന് നമ്മുടെ ഗുരുവര്യനാണ് വരുന്നത്, അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കാൻ പോലും പാടില്ല, അത് ദൈവഹിതമല്ലെന്ന് വിശ്വസിച്ച ആളുകളുടെ കൂടെ എല്ലാം മറന്ന് നമ്മൾ പറയില്ലേ, ഗുരുത്വത്തിന്റെയും വലിയ വലിയ പോലീസിന്റെയും അലങ്കാരങ്ങളും എല്ലാ സാധനങ്ങളും അതിന്റെ എല്ലാ അലങ്കാരങ്ങളും അലഭാരങ്ങളും ഒഴിവാക്കിയിട്ട് കൂടെ യാത്ര ചെയ്യാനും ഇരിക്കാനും കളിക്കാനും ചിരിക്കാനും നമ്മൾ മാറുന്ന ഡ്രസ് കോഡ് വരെ മാറി അവിടെ കൂടെ ചിരികളിയിൽ നിന്ന് ബിസിനസ് പറയാനും തമാശ പറയാൻ നിൽക്കുമ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന നമ്മുടെ തലയിലെ വലിയൊരു ഈഗോ എന്ന് പറഞ്ഞ സാധനത്തെ വലിച്ചെറിയണം. അങ്ങനെ ഇറങ്ങാൻ നമുക്ക് പറ്റണം. അവിടെ തറവാട് നോക്കി നിൽക്കരുത്, നമ്മൾ ബിസിനസ്സിനെ മാത്രം നോക്കുക എന്നുള്ളതാണ് കാര്യം. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ആ സാധനങ്ങൾക്ക് ഉണ്ടാവണം. സോ സീരിയസ്ലി അങ്ങനെ തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു ബൈക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്താ പറയാ ഞാൻ എന്താണ് പറയാ വണ്ടി അതുവരെ ഉണ്ടായത് രസം എന്ന് വെച്ചാൽ ഡ്രൈവിങ് ഞങ്ങളെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാഷ്മാരും അല്ലെങ്കിൽ വിവരം ഉണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഡ്രൈവിങ്ങിന് അവർക്ക് ആക്സിലേറ്റർ അമരൂല എന്ന് മാത്രമല്ല. ഞാൻ കുറേ മുന്നേ പഠിച്ചതാണ്, പക്ഷെ അത് എക്സ്പീരിയൻസ്ഡ് ആക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നല്ല പേടിയായിരുന്നു. ഏത് ഫോർ വീലും മുന്നേ പഠിച്ചു വെച്ചു, ചെറുപ്പകാലത്ത് എവിടെയോ പഠിച്ചു വെച്ചു. പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാര്യം എന്താണ്, നമ്മുടെ ബ്രെയിനിലേക്ക് വരും എന്റെ വണ്ടി 30 സ്പീഡും അടുത്ത വണ്ടി 30 സ്പീഡും ആണെങ്കിൽ 30 60 സ്പീഡ്, 60 സ്പീഡിലേക്ക് ഒരു വണ്ടി കുത്തിയാൽ തലന്റെ സ്കെള്ള് പൊട്ടിയാൽ ഇങ്ങനെ തുടങ്ങി ബേജാറിന്റെ ഔലിങ്കഞ്ഞിലാവും വിദ്യാഭ്യാസമുള്ളത്. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ടെങ്കിൽ തലച്ചോറ് വരുന്നതിന് മുമ്പ് പഠിക്കുക എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുന്നേ തന്നെ പഠിച്ചു തീർത്താൽ പെട്ടെന്ന് ഡ്രൈവിംഗ് പഠിക്കും. അല്ലാതെ 40 30 പഠിക്കാൻ നിന്നാൽ പല ചിന്തകളും ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഡ്രൈവിംഗ്. അപ്പോൾ മൊത്തത്തില് ഞാൻ ലീഡർമാരൊക്കെ പറഞ്ഞു, കാര്യം എന്റെ വൈഫും പറഞ്ഞു എന്നോട്, നമ്മൾ കാറൊക്കെ എടുത്തു, പക്ഷെ സംഭവം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമുക്ക് കാർ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ബിസിനസ്സിൽ വേറെ രസമുണ്ട്. STC ആയപ്പോൾ തന്നെ സ്വന്തം ഡ്രൈവറെ വെച്ച ആദ്യത്തെ ലീഡർ ഞാനാവും SP എനിക്ക് തോന്നാം. അതായത് ബാക്കിയുള്ളവരൊക്കെ സ്വന്തം ഡ്രൈവർ ആണെങ്കിൽ എനിക്ക് അന്ന് ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അറിഞ്ഞതിൽ 2 ആൾക്കാണ് പേഴ്സണൽ ഡ്രൈവർ ഉള്ളത്. ഒന്ന് മനോജ് സാർക്കും മറ്റൊന്ന് ബെൻലി സാർക്കും. ഈ 2 ആൾക്കായിരുന്നു പേഴ്സണൽ ഡ്രൈവർ. ആയി കഴിഞ്ഞാൽ പിന്നെ ഇസ്മായിലിനായിരിക്കും. കാര്യം എനിക്ക് ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ട് അനിയനെയോ എന്റെ ടീമിലെ ആരെങ്കിലെയോ കൂട്ടുകാരന്മാരെയോ ഡ്രൈവിംഗ് വെച്ച് അവർക്കുള്ള ഫണ്ട് കൊടുത്ത് ബത്ത കൊടുത്തിട്ട് ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പോകും. അപ്പൊ കാറിന്റെ എണ്ണയുണ്ട്, അടവുണ്ട്, ഡ്രൈവർക്കുള്ള കാശുണ്ട്, അതിന്റെ കൂടെ നമ്മളുടെ എക്സ്പെൻസ് മറ്റതുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് തന്നെ നമ്മളൊക്കെ ബിസിനസ് ബിൽഡ് ചെയ്തത്. അപ്പൊ എന്തായാലും ശരി. അപ്പൊ വൈഫ് പറഞ്ഞു ഇങ്ങനെ പോയാൽ നടക്കുമോ എന്നൊക്കെ ചോദിച്ചു. എന്നെ പഠിക്കാനോ നോച്ചു. അങ്ങനെ ലാസ്റ്റ് പേര് കൊടുത്തു. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ റെഡിയായി വരാൻ വേണ്ടി ഒരു ലേണിംഗ് ടെസ്റ്റിന് ചെല്ലാൻ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ബൈക്ക് ആക്സിഡന്റ് പറ്റി വീട്ടിൽ ഇറങ്ങാൻ പറ്റാതെ കിടക്കുന്നത്. കാലിലേക്ക് നീരിറങ്ങിയിട്ട്, അല്ലാതെ പ്രശ്നമൊന്നുമല്ല, കാലിൽ നിലത്ത് കെട്ടാൻ വയ്യ. ആ ഇടയ്ക്കാണ് നമ്മുടെ മീറ്റിങ്ങിന്റെ ഒരു അന്ന് അൽത്താഫ് സാർ എന്താ TC എൻ്റെ എന്താ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് കോട്ടകിൽ. ഞാൻ അതിലേക്ക് പോകണോ പോകണ്ടേ എന്നുള്ള ബേജാറിൽ നിന്ന് ഷുഹൈബ് സാറുമായിട്ട് കണക്ട് ചെയ്ത് സാറ് പറഞ്ഞു സാർ ഞാൻ അവിടെ വന്നാൽ ഭയങ്കര പ്രയാസമായിരിക്കും, എനിക്കൊന്ന് നടക്കാൻ വയ്യ, നീ വന്നാൽ തന്നെ ഏതെങ്കിലും ബാത്റൂം ചപ്പലിട്ടിട്ട് അവിടെ എത്താൻ പറ്റുള്ളൂ, കാര്യം ഷൂ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ, കാല് വീർത്തിട്ടുണ്ട്. അപ്പോൾ നിലത്ത് വെക്കാനില്ല, ചോര നല്ല കല്ലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നാൽ പിന്നെ അതുമല്ല വന്നിക്കാണ്ട് ഉടനടി പോരാനും പറ്റില്ല. പിന്നെ നമ്മുടെ മീറ്റിങ്ങിന്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ചും ചിലപ്പോൾ അൽത്താഫ് സാർ വിട്ടിയില്ലെങ്കിലും എന്നൊക്കെ ഞാൻ പറയാതെ വന്നപ്പോൾ നിങ്ങൾ പോരും ബാക്കിയൊക്കെ ഞാൻ ഏറ്റവും തന്നെ ഷുഹൈബ് സാർ അവിടെ എത്തി. അങ്ങനെ ഞാൻ എത്താൻ വേണ്ടി നിന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു ഡ്രൈവർ വാടകയെ വിളിച്ചു. ഒരു വണ്ടി വേറെ നമ്മുടെ ഒപ്പിച്ചെടുത്തു. അങ്ങനെ അവരുടെ സഹായത്താൽ അയാളോട് പറഞ്ഞ് 1 മണിക്കൂറോടെ എന്നെ ഒഴിവാക്കി തരും, എനിക്ക് 2 മിനിറ്റോടെ സംസാരിച്ചാൽ മതി, ആസ് എ ലീഡർ എന്നുള്ള എന്റെ ടീം വരുന്നതാണ്, അത് കഴിഞ്ഞാൽ ഞാൻ പോരും എന്ന് പറഞ്ഞു. ഇവൻ എന്തായാലും പുറത്ത് AC ഒക്കെ ഇട്ട് കാറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ സംസാരിച്ചു. ഞാൻ അൽത്താഫ്സോട് പറഞ്ഞു സാറേ ഞാൻ പോട്ടെ. എവിടേക്കാണ് പോയിരിക്കവിടെ? അപ്പോൾ എന്റെ റബ്ബെ ഞാൻ എന്താ റബ്ബെ ഈ കേട്ടത്? അപ്പൊ ഞാൻ ഷുഹൈബ് സാർ വെച്ച് അല്ല നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ സാറ് പറഞ്ഞു അവിടെ പോയിരിക്കും. അങ്ങനെ ലാസ്റ്റ് എനിക്കൊന്നും പറയാനുള്ള ഓപ്ഷനും ഇല്ല. സാറേ എന്റെ ലേണിംഗ് ടെസ്റ്റ് അതൊക്കെ അവിടെ നിൽക്കും, നിങ്ങൾ അവിടെ പോയി ഇരുന്നാൽ മതി, അങ്ങോട്ട് വേറെ ഒന്നും ഇല്ല എന്ന്. അവിടെ പോയിരിക്കും, ഇവിടെ മീറ്റിംഗ് നടക്കുന്ന നേരമാണ്. സത്യം പറഞ്ഞാൽ പ്രഥമശ്രയ നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ ഒരു ബിസിനസ് നിർത്താൻ ഈ ഒറ്റ സീൻ മതിയാവും. ഒറ്റ സീൻ മതി. കാര്യം എന്താണ്, ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ വന്നത് അത്രയും റിസ്ക് എടുത്തിട്ടാണ്, കാല് നിലത്ത് വെക്കാൻ വയ്യാതെയാണ് അവിടെ ഇരിക്കുന്നത്, വേറൊരു കാര്യം. എന്ന് മാത്രമല്ല വാടക മനുഷ്യനെ വിളിച്ചിട്ട് പുറത്ത് അയാൾ കാത്തുക, ഈ മീറ്റിംഗിൽ ഇപ്പൊ ഇറങ്ങും ഇയാൾ പോകണം.
ഇയാൾ വിളി തുടങ്ങി പുറത്തുനിന്ന്, സാറേ നിങ്ങളെന്താ വരാത്തത്, ഞാൻ ഇപ്പോൾ വരും, കുറച്ച് വരും, കഴിഞ്ഞാൽ വരും. കാരണം അൽത്താഫ് സാർ കുറച്ച് ഞാൻ വിടും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞാലെങ്കിലൊക്കെ മനസ്സറിഞ്ഞ് എന്തേ പറ്റിയ സ്മൈൽ സാർ ഒന്ന് പറയും. സാറാ ലോകത്ത് വേറെ ലോക. മീറ്റിംഗ് കഴിയുന്നത് വരെ നോ രക്ഷ. ലാസ്റ്റ് ആ മൈനോട് ഞാൻ മനുഷ്യ വണ്ടി വെച്ച് പോയിക്കോ, അവിടെ കൊണ്ടുപോയി നിർത്തിക്കോ, ഞാൻ ഇവിടുന്ന് ആരെങ്കിലും ഒരാളെ ബൈക്കുമ്പോൾ ഇരുന്നിട്ട് എന്റെ വീട്ടിൽ പോയിക്കോളാണ്. മൊത്തത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്യാവശ്യം ഒരു സീൻ വന്നാൽ ഇത് ഒന്നൊന്നുമില്ല. അൽത്താഫ് സാറിന്റെ ഇടപെടൽ വരണത്താൽ ഒരുപാട് എന്നെ പ്രൊഫഷണലി സെറ്റ് ചെയ്യാൻ അതേ റിസ്ക് എടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ ഇന്ന് നന്ദിയോടെ ഓർക്കുന്നത്. കാര്യം എന്താണെന്നറിയോ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് പ്രൊഫഷണൽ ലൈഫിലേക്ക് നമ്മൾ മാറ്റാൻ എടുക്കുന്ന റിസ്ക്കാ. ബിസിനസിന്റെ കൺസെപ്റ്റിൽ നോക്കിയാൽ ഞാൻ അവിടെ ഇരിക്കല നല്ലത് എന്റെ ടീമിനും. എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് നോക്കിയാൽ ഞാൻ അവിടുന്ന് പോരല നല്ലത്. അത് രണ്ടും രണ്ട് ലൈഫാണ്. ഇത് മനസ്സിലായവർക്ക് നല്ല സുഖമാണ്, അല്ലാത്തവർക്ക് ദേഷ്യം പിടിക്കും. അപ്പൊ സീരിയസ്ലി ഞാൻ ഇപ്പോൾ താങ്ക് യു പറയണം ആ വിഷയത്തില്. കാരണം നമ്മൾ അങ്ങനെ വളർത്തിയെടുക്കാൻ നമ്മളെ ലീഡർമാർ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടാവും. റിയലി സന്തോഷത്തോടെ ഓർക്കുന്നത് ആ കാര്യങ്ങളൊക്കെ. പക്ഷെ അന്ന് നമുക്കത് ദഹിക്കാൻ കുറച്ച് പ്രയാസവും. എന്നാലും ഞാൻ എന്നെ തരപ്പെടുത്തുക എന്നത് ഈ ബിസിനസ്സിൽ തുടക്കത്തിലെ ഞാൻ എടുത്തതുകൊണ്ട് എനിക്ക് അറിയായിരുന്നു ഈ സാധനം. എന്ന് മാത്രമല്ല ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയതുകൊണ്ട് ഇതിന്റെ നന്മയും എനിക്കായിരുന്നു. ആ നന്മ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്റെ അതേപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ, 1, 2, 4, 5 അനുഭവം ഒന്നുമല്ല, ഒരുപാട് അനുഭവം എനിക്ക് ഈ ബിസിനസ്സിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ രസകരമായ മറ്റൊരു സംഭവമാണ് നമ്മുടെ ക്രൗൺ പ്ലാസയിലേക്ക് നമ്മളുടെ ബറീഷ് സാർ എന്റെ അബോ മീറ്റിൽ മനോജ് സാർ വെച്ച സമയത്ത് ഇസ്മായിൽ സാറിന്റെ ടീമിൽ നിന്ന് വളരെ ആൾ കുറവാൾ അങ്ങനെ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു രാവിലെ ഇറാൻ കെട്ടിയിരുന്ന മജീദ് സാർ എന്ന് പറഞ്ഞ ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് കൂടെ ഞാൻ തുടങ്ങിയൊരു യാത്ര. അവിടുന്ന് അങ്ങനെ അരീക്കോടും കീശ്ശേരിയും കുണ്ടോട്ടിയും നടന്ന് അങ്ങനെ കറങ്ങി രാവിലെ ഇറങ്ങുന്നത്. രാവിലെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, സ്നാക്സ് പോലുള്ള ഒരു ചായയും കഴിച്ച് തുടങ്ങിയ യാത്രയായിരുന്നു. പലവട്ടം ഭക്ഷണത്തിന് നിന്നപ്പോഴും പക്ഷേ വേണ്ട, അതിന് മുന്നേ നമുക്ക് തീർക്കണം. കാരണം ഇന്നൊരു DTC എന്റെ അബോ മീറ്റിംഗ് കോട്ടക്കൽ അൽത്താഫ് സാർ വെച്ചിട്ട് അവിടെ എത്തണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് 3 മണിയാകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എവിടെയും നിർത്താതെ ആളുകളെ കാണുന്നു, സംസാരം പറയുന്നു, നിർബന്ധമായിട്ടും വരണം, ക്രൗൺ പ്ലാസിലെ മീറ്റിംഗ് ആണ്, അതിനകത്തോട്ടി വാങ്ങുന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി പോയ ലാസ്റ്റ് 2 സ്ഥലത്തുനിന്ന് ഭക്ഷണം പാക്ക് ചെയ്ത് തന്നു. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചോ. ഏതായാലും രജിത ബാബുവിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം തന്നു. ബിന്ദു കൃഷ്ണ കാറിൽ കയറി, അവരെല്ലാവരും ആ കാറിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. ലാസ്റ്റ് കോട്ടക്കിൽ എത്തിയ സമയത്ത് ഏകദേശം 3/4 മണിക്കൂറിന്റെ അടുത്ത്, എന്തായാലും അരമണിക്കൂറിലേറെ ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ എത്താനും. ആ മീറ്റിംഗിൽ ബാക്കിയുള്ളവർ ഇങ്ങനെ വന്നിരുന്നുള്ളൂ. അപ്പൊ അൽത്താഫ് സാർ എത്തിയത് തന്നെ പറഞ്ഞു. അപ്പൊ ടീമും സാനൊക്കെ ഉണ്ട്. ആ സമയത്ത് പറഞ്ഞത്, ഇസ്മായിൽ സാർ ഈ കളിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, രാവിലെ ഒരു വർക്കിനും പോകണ്ട, മീറ്റിംഗ് ക്ലാസ്സിന് നിങ്ങൾ വരി തന്നെ ഒന്നോളി, ഇങ്ങോട്ട് നേരെ മീറ്റിങ്ങിന് വരും, അല്ലാതെ നിങ്ങൾ ഒരു പണിക്കും പോകണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ല ഫയർ ചെയ്തു, ഷൂട്ടപ്പ് ചെയ്തു. അപ്പൊ ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും എന്ത് പണി ഇയാൾ ചെയ്തത്, നമുക്ക് തോന്നും അങ്ങനെ. കാരണം എന്താ, നമ്മള് ചോറും കൂടി വെച്ചിട്ട് എന്നാൽ ചോറ് അന്നേരത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാറുന്ന സാധനത്ത് ബിന്ദു കൃഷ്ണ പറഞ്ഞു, സാർ നിങ്ങൾ കഴിച്ചിട്ട് കയറിക്കോളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് കഴിച്ചാൽ നിന്നാൽ അതിനെക്കാട്ടിയും അവിടുന്ന് വേറെ കിട്ടും, അതുകൊണ്ട് കണ്ടറിഞ്ഞ് വേഗം പായെന്ന് പറഞ്ഞു. നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പാക്ക് ചെയ്ത ഫുഡ് പോലും അവരാണ് കാറിലിന്റെ അങ്ങേപ്പുറത്ത് മറുതലക്കൽ ആ പാർക്കിൽ ഇരുന്ന് കഴിച്ചത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിലൊരു സയൻസ് ഉണ്ട്. ആ സയൻസ് ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ നമ്മളെ ശരിയാക്കി എടുക്കുമ്പോൾ ഒരു പലക മറ്റേ പലകയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ പലക ഈ പലകയുമായിട്ട് ജോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആണി വെച്ച് അടിച്ചിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യും. ആ ആണി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വളഞ്ഞാൽ പിന്നെ ആണി ഒഴിവാക്കും, പുതിയ ആണി കയറ്റും. എന്ന് പറഞ്ഞാൽ വളഞ്ഞ ആണിക്ക് അടി കിട്ടൂല, നീറുന്ന ആണിക്ക് അടി കിട്ടുള്ളൂ. ഈ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ലീഡർമാർ തരുന്ന ഓരോ ശിക്ഷണവും നമ്മളെ വളർത്താനാണ്, മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് അതിന്റെ പൊരുൾ അവർക്കേ അറിയുള്ളൂ. അത് ഇന്ന് മനസ്സിലാവില്ല, നമ്മളൊരു ലീഡർ ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇന്ന് അഭിമാനത്തോടെ ഓർക്കണം എൻ്റെ എല്ലാ ലീഡർമാരെയും. ഇങ്ങനെ ഒരുപാട് അനുശാസനകളും ഒരുപാട് ക്രിയാവിക്രയങ്ങളും എന്നെ ചിട്ടപ്പെടുത്താൻ അവർക്ക് സാധ്യമായിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളെ ലീഡർമാരെ നന്ദിയോടെ ഓർക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെന്തൊക്കെയോ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ആയിട്ടുണ്ടാവില്ല. അത് നമ്മൾ അവർക്ക് അത് കഥയിൽ പറഞ്ഞുതരാൻ അറിയില്ല, അല്ലെങ്കിൽ പറഞ്ഞുതരാൻ അവർക്ക് നേരം ഉണ്ടാവില്ല, ഞാൻ അങ്ങനത്തെ ഒരു മനസ്സും ഉണ്ടാവില്ല. നമ്മൾ നന്നാവട്ടെ എന്ന് ചിന്തിച്ച് അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ സീരിയസ്ലി ഐ അപ്രീഷിയേറ്റ് ആൻഡ് ഐ താങ്ക് ടു ഓൾ മൈ ലീഡേഴ്സ്. സോ സീരിയസ്ലി ലീഡർമാർ നമ്മളെ ലൈഫിനകത്ത് എന്ത് സംഭവിച്ചാലും ശരി, ലീഡറെ നമ്മൾ വിശ്വസിക്കുക, അവരെ കൂടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പല ഉടപാടും ഇനി ആൾക്കാർ വരും. ഇപ്പൊ ഞാൻ ഇന്ന് ഓർക്കുകയാണ്, എന്താ പറയാ, അൽത്താഫ് സാറുടെ ചേളാരി ഭാഗത്ത് ഒരു മീറ്റിംഗ് നടന്ന സമയത്ത് ഒരു പഹൻ വന്നിരുന്നു. പഹൻ എന്നല്ല, ഞാൻ സ്നേഹത്തോടെ വിളിക്കാം. ചില ആൾക്കാരെ സ്നേഹം വന്നാൽ ഞാൻ നല്ല ഡിസോർഡർ പേര് വിളിക്കും, അത് മുത്തേ തേന എന്നുള്ളതിന് പകരം ഇങ്ങനത്തെ പേരാ വിളിക്കാം. അങ്ങനെ ആ വ്യക്തി വന്നിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇസ്മായിൽ സാർ ബിസിനസ് എന്റെ താഴെയുള്ള ഒരു വ്യക്തിയുടെ താഴെ കൂടുന്ന മനുഷ്യനാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, അൽത്താഫ് സാർ വിളിച്ചിട്ട് പറഞ്ഞു, സാർ നിങ്ങൾ സീലിംഗ് അടിച്ചു എന്നല്ല പറഞ്ഞത്. അടിച്ചു. ഓക്കെ, നിങ്ങൾ എത്ര മാസം കൊണ്ട് സീലിംഗ് അടിച്ചത്? 9 മാസം കൊണ്ട് ഞാൻ സീലിംഗ് അടിച്ചു. അപ്പൊ സാറേ 7 മാസം കൊണ്ട് സീലിംഗ് അടിച്ചാൽ 2,10,000 കമ്പനി തരുമെന്ന് ചോദിച്ചു. ഈ ചോദ്യം കേട്ട് എന്റെ സത്യം പറഞ്ഞല്ലേ ആകെ സിറ് കാളിപ്പോയി, ലെവല് വിട്ടുപോയി. കാര്യം എന്താ വെച്ചാൽ അയാൾ ചോദിക്കുന്നത് 7 മാസം കൊണ്ട് ഞാൻ സീലിംഗ് അടിച്ചെന്ന് പറയുമ്പോൾ ഞാൻ സീലിംഗ് ആയി, ഇനി വേറെ നോക്കാനില്ല, ഞാൻ ആ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഈ മനുഷ്യന് പേരൊന്നും എനിക്ക് അത്ര വൃത്തിയില്ല. കാരണം എന്റെ പുതിയൊരു പ്രോസ്പെക്ട് കൊണ്ടുവന്ന അടുത്ത ആളാണ്. അപ്പൊ പേര് പോലും അറിയാത്ത ആ സുഹൃത്ത് ഒന്ന് തുപ്പാൻ പോയാൽ ഞാൻ അവന്റെ ബാഗ് പോകും, ഒരു ഫോൺ എടുത്താൽ ഞാൻ അവന്റെ ബാഗ്. കാരണം ഇതിന്റെ 2:10 ഈ സഞ്ചരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് റഫീഖ് സാറും അൽത്താഫ് സാറൊക്കെ വിളിച്ചാൽ, ഇസ്മായിൽ സാർ നിങ്ങൾ ഇവിടെ മീറ്റിങ്ങിന് വന്നിരിക്കുന്നു പറഞ്ഞാലും ഞാൻ പിടുത്തം കൊടുക്കൂല, കാരണം ഇന്ത്യ 2:10 ഇവിടെ നടക്കല്ലേ. അങ്ങനെ മൊത്തത്തിൽ സീരിയസ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ ഇത് പറഞ്ഞതിന്റെ ശേഷം എന്നെ ലീഡർമാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്മായിൽ സാറേ
നിങ്ങൾ അതിന്റെ ബാക്കിൽ വല്ലാതെ നടക്കണ്ട. ഓന്റെ ജോയിനിങ്ങിന്റെ ഒരു 5000 കിട്ടുമോ നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞേ. ആ പറഞ്ഞ പോലെ തന്നെ അവൻ അന്ന് പോയതാണ്, ഇതുവരെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ബിസിനസ്സിനകത്ത് ഇങ്ങനത്തെ ഒരുപാട് മൊമെന്റുകൾ വരും. അതുകൊണ്ട് പറയും, സാറേ നമുക്ക് കുഴപ്പമില്ല, ബിസിനസ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഒരു 50,000 എടുത്തോളാം, 1,00,000 എടുത്തോളാം. ഇവർ കൊതിപ്പിക്കുന്ന ഒരു ഡയലോഗ് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയ ആൾക്കാരാണെങ്കിൽ പറയും, വാ കേസിലായി 50,000 ക്ലോസിങ്. പിന്നെ ഇത് നടക്കാതെ പോയ നമ്മൾ കാരണം കണ്ടെത്തൽ എന്താ അറിയോ? എന്റെ അപ്ലൈന് വന്നില്ല, എന്റെ അപ്ലൈന് വിളിച്ചില്ല, അതിന്റെ അപ്ലൈൻ വേണ്ടുന്ന മാതിരി പറഞ്ഞാൽ 1,00,000 ഉറപ്പില്ല. അത് അവന്റെ പ്രശ്നമാണ്. ശരിക്കും അത് വലിയ തലവേദന ഇക്കാരം. നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കുക, ദൈവം എന്ത് വിധിച്ചോ അത് സംഭവിക്കും, അതിൽ ഹാപ്പി ആവുക, ഒരിക്കലും വ്യാമോഹങ്ങളൊന്നും വേണ്ട. അപ്പൊ നമ്മുടെ ലൈഫില് സീരിയസ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല മൊമെന്റുകളും നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ചലഞ്ചുകളുടെ മൊമെന്റുകൾ കടന്നു പോകും പലതും. ഡോണ്ട് വറി, എല്ലാം മാറുന്നുണ്ടാകും. അങ്ങനെ സീരിയസ്ലി ബിസിനസ് മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ ഒരു ഏകദേശം STC ആയ സമയത്ത് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ലക്ഷറി കാറിലേക്ക് ലൈഫ് സ്റ്റൈൽ മാറ്റി. ആ ലക്ഷറി കാറ് മാറിയത് തന്നെ എന്താ പറയാ, വളരെ രസകരമായിട്ടുള്ളൊരു സീനായിരുന്നു. കാര്യം പരിഹസിക്കപ്പെട്ട വീട്ടുകാർക്ക് മുമ്പിലേക്ക് ഒരു വിജയ ശ്രീരാമനായിട്ട് ആ കാറിൽ വന്നൊരു സീൻ തന്നെ സാധാ ലെവൽ സീനൊന്നുമല്ല. അന്ന് കാറിൽ ഒരുപാട് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ അവനാന്റെ കാറിൽ അവനാൻ കളിയാക്കിയ ഇൻഡസ്ട്രിയിൽ നിന്ന് എടുത്ത കാറിൽ അപ്പൊ അതിൽ AC പവർ കൂടും, അതിലത്തെ ഇരുത്തത്തിന് കുഷ്യനൊക്കെ കൂടുമായിരിക്കും. സാധാ കാറിലല്ല, അതല്ല. സ്വന്തം കളിയാക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട സ്ഥലത്ത് ജയം കാണിക്കാൻ വരുന്ന ജയത്തിന്റെ സിമ്പലായ കാറ് കൂടിയാണ്. ശരിക്കും ആ കാറിന്റെ മുകളിൽ എത്തിയോസ് എന്ന് പറയുന്ന ഒരു കാറിന്റെ സിമ്പലൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു സാധനം. സീരിയസ്ലി ബിസിനസ്സിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു മനക്കട്ടിയിലൊക്കെ വരണം. നമ്മൾ കളിയാക്കപ്പെടും, വിശ്വസിച്ച് വരാന്നേ. എല്ലാവരും നമ്മൾ പൂവരച്ച് വിരിച്ചൊന്നും സ്വീകരിക്കൂലെന്നേ. അങ്ങനെ തന്നെ വരിക. അതേപോലെ റിസ്ക് എടുക്കേണ്ടി വരും. മാറാൻ നല്ല റെഡിയാണ്, റെഡി ടു ചേഞ്ച്. ക്യാരക്ടർ മാറ്റണം, സ്വഭാവം മാറ്റണം, ചിന്താധാര മാറ്റണം, സ്കില്ല് കൂട്ടണം, അപ്ഡേഷൻ ചെയ്യണം. നമ്മൾ പലതും ചെത്തിക്കുറിപ്പിക്കാൻ റെഡി ആയിട്ട് വരണം. അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് നിന്നാൽ അങ്ങനെ റെഡിയാവുന്ന കാര്യമൊന്നുമല്ല ഇത്. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് തന്നെ ലാപ്ടോപ്പും പ്രൊജക്ടറും ട്രെയിനറും സാധനം ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് നല്ല സുഖം. എന്റെ ടീമിനും അങ്ങനെ ഒരുപാട് വളർത്താൻ എനിക്ക് പറ്റി. ശരാശരി ടീമിൽ വന്ന് ചിലപ്പോൾ ഒരു പ്രോഗ്രാമിൽ വന്നാൽ ഒരു ബിസിനസ് ടൂളിന്റെ പുസ്തകം വാങ്ങാൻ തന്നെ ഒരു 20 ക്ലാസ് ചെയ്യണം. പക്ഷെ ദൈവം സഹായിച്ച് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ലീഡർ ആകാൻ വേണ്ട എല്ലാ സാമഗ്രികളും സെറ്റാക്കിയിട്ട് പ്രൊജക്ടർ വരെ കയ്യിൽ വെച്ചിട്ട് ജോയിൻ ചെയ്ത പിറ്റേന്ന് തന്നെ ക്ലാസ് തുടങ്ങാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ വന്നത്. ഒരുപക്ഷെ ട്രെയിനർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവം അങ്ങനെ എനിക്കൊരു അനുഗ്രഹം തന്നതുകൊണ്ട്, അല്ലെ ലീഡർമാരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം. എന്തായാലും ശരി, അങ്ങനെ തുടങ്ങാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കണം അഭിമാനത്തോടെ. നമ്മുടെ മനോജ് സാർ ഒരിക്കലും മഞ്ചേരി ടീമിന്, എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടന്റെ താഴെയുള്ള ഏതോ ടീമിന് വേണ്ടിയിട്ട് എമറാൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് എമറാൾഡ് എന്ന് പറയുന്ന വലിയൊരു റിസോർട്ടിൽ, നമ്മളുടെ പുലാമന്തോൾ എന്ന് പറയുന്ന പെരിന്തൽമണ്ണ ഏരിയയിലുള്ള ഒരു റിസോർട്ടിൽ വലിയൊരു സെഷൻ നടത്തി. അപ്പൊ എന്റെ ടീമത്തെ ആൾക്കാരോടൊക്കെ പറഞ്ഞ് നമുക്കൊരു സെഷൻ നടത്തിയാലോ, സാറ് മുന്നിൽ ഇറങ്ങി, ഞങ്ങളുണ്ട് സാറേ. അപ്പൊ ജുനൈദ് പറഞ്ഞു, ഉവൈസ് പറഞ്ഞു, അന്ന് ഒരുപാട് ടീം ലീഡേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ള എന്റെ ലീഡർമാരുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫസ്റ്റ് പ്രോഗ്രാം അതായിരിക്കും. ഞാൻ വെച്ചു ഏകദേശം ZTC തലത്തിലാന്ന് തോന്നുന്നു. മനോജ് സാറാണ് ക്ലാസ് നടത്തിയത്. സാറിന് ഇപ്പോൾ ഒരു ഡേ ഫുൾ ക്ലാസ് നമ്മൾ വെക്കുമ്പോഴല്ലേ ഇത് മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ സാറേ ടീം ഉണ്ടാവുക, ടീം നമ്മൾ നടത്തിയാലല്ലേ മനസ്സിലാവുള്ളൂ. ഇതൊന്നും നമുക്കറിയില്ലല്ലോ. നടത്തി നോക്കി, രാവിലെ മോർണിംഗ് തൊട്ട് വൈകുന്നേരം വരെ അതേ ഹാളിൽ അതേ സ്റ്റേജിൽ ഒരു ഡേ മുഴുവനായിട്ട് ഏകദേശം പകല് തൊട്ട് രാത്രി വരെ പവർഫുൾ ആയിട്ട് ആ സെഷൻ നടത്താൻ എനിക്ക് പറ്റി. അത് എന്നിലുണ്ടാക്കിയ കോൺഫിഡൻസ് വലുതാണ്, എന്റെ ടീമിലുണ്ടാക്കിയ ശക്തി വലുതായിരുന്നു. ഇങ്ങനെ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ആദ്യം ഇറങ്ങണം. ഓരോരുത്തരും ചിന്തിക്കുക, ബി എ ലീഡർ. ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകണോ, നിങ്ങൾ ഒരു ലീഡർ ആവണം. അതിന് ആദ്യം ഗഡ്സ് വേണം. പ്രോഗ്രാം നടത്താൻ തയ്യാറാവണം. നമ്മൾ ചെറുതായാലും വലുതായാലും ഒരു പ്രോഗ്രാം നിങ്ങൾ നടത്ത്. അതേപോലെ ലീഡർമാരുടെ അംഗീകാരത്തോയും അവരുടെ സപ്പോർട്ടോട് കൂടി നിങ്ങൾ എന്തെല്ലാമൊക്കെ ഡിസൈൻ ചെയ്യുക. അല്ലാതെ എല്ലാം എന്റെ ലീഡർ നടത്തും, STC ഉണ്ടല്ലോ, അവിടെ RTC ഉണ്ടല്ലോ, NTC ഉണ്ടല്ലോ. നോ, നിങ്ങളുണ്ടല്ലോ, നിങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ? നിങ്ങൾക്ക് ആദ്യം ഒരു ചങ്കുറ്റം സാധനം വേണം. ഇറങ്ങാൻ റെഡിയാവുക. കുളിക്കണോ, വെള്ളത്തേക്ക് ചാടാൻ റെഡിയാവുക. അല്ലാതെ എനിക്ക് നനയാനൊന്നും പറ്റൂല, പക്ഷെ എനിക്ക് കുളിക്കണം എന്ന് പറഞ്ഞ സ്വഭാവം ശരിയല്ല. കുളിക്കണമോ നനയാൻ തയ്യാറാവും. ദാറ്റ്സ് ഓൾ. സോ സീരിയസ്ലി അങ്ങനെയും ഒരുപാട് ചലഞ്ചുകളിലൂടെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റി. അങ്ങനെ കാറെടുത്തു, യാത്രകൾ തുടങ്ങി. പല സന്ദർഭങ്ങളും എന്താ പറയാ, കാറിന്റെ വിഷയത്തിലൊക്കെ രസകരമായ ഒരുപാട് കാറുമായി ബന്ധപ്പെട്ട വേറെ കുറെ കഥകളാണ്. എന്തായാലും എന്റെ ലൈഫിൽ 2 സ്കൂട്ടിയും 2 ലക്ഷറി കാറിലേക്കും എനിക്ക് വരാൻ പറ്റി. പക്ഷെ രണ്ടാമത്തെ കാറ് വളരെ കൗതുകവും നിങ്ങൾക്കും മോട്ടിവേഷൻ കിട്ടുന്ന ഒരു കഥയാണ്. ആ കഥ ഇങ്ങനെയാണ് വരുന്നത്. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ആർക്കും കിട്ടാത്ത ഒരു സർട്ടിഫിക്കറ്റ് മൈ ലൈഫ് അല്ല, ഈ കമ്പനിയുടെ ലൈഫ് എനിക്ക് തന്നിട്ടുണ്ട്. ഏതാണ് ആ സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചാൽ, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഡെഡിക്കേഷൻ കാണിക്കാൻ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ TCയുടെ സർട്ടിഫിക്കറ്റും ATC സർട്ടിഫിക്കറ്റും STC ഒക്കെ കാണിക്കാം. പക്ഷെ എനിക്ക് മെഡിക്കൽ കോളേജിൽ ICUവിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണ്. ഡെഡിക്കേഷന്റെ പവറിന്റെ ഉഷാറാണ്. അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ പ്രാന്ത് കയറിയിട്ട് ഊണും ഉറക്കില്ലാതെ വർക്ക് ചെയ്യുന്നു. ചിലപ്പോൾ ദിനങ്ങളോളം ഉറക്കുണ്ടായിരിക്കില്ല. അതായത് ആകെ 2 മണിക്കൂർ 3 മണിക്കൂർ മാത്രം വർക്ക്. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ പറയണം, ഉറക്ക്, റെസ്റ്റ്, ഫുഡ് സപ്ലിമെന്റ്,
അതേപോലെ നിങ്ങളുടെ എക്സസൈസ്. ഈ 4 സാധനങ്ങളും ഇല്ലാതെ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്, ഫുഡ് സപ്ലിമെന്റ്, അതേപോലെ തന്നെ നമ്മളുടെ എക്സസൈസ്, റെസ്റ്റ്, ഈ 4 സാധനം ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും ഹെൽത്തിനെ വിശ്വസിക്കരുത്. പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ പോലും പറയണം, സുഹൃത്തെ ഇത് പ്രൊഡക്റ്റ് ആണ്, കഴിച്ചാൽ റിസൾട്ട് ഉണ്ടാവും, ഒരു സംശയമില്ല, പക്ഷെ 3 എൻ്റെ ഉണ്ട് കേട്ടോ, അതിന്റെ കൂടെ കരുതണം കേട്ടോ എന്ന്. അത് നമ്മൾ പറയാതെ പോരരുത്. അത് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചിന്തിക്കും അറിയോ? ഇത് തന്നെയാണ് സംസം വെള്ളം നിലനിൽക്ക് കുടിക്കാൻ നിൽക്കണ്ട. അത് ആദ്യം തിരിച്ചറിയാം. ഒപ്റ്റിമൽ ഹെൽത്ത് മെയിൻറ്റെയിൻ വിത്ത് 4 പില്ലേഴ്സ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇതും കൂടി കൂട്ടി പറഞ്ഞിട്ട് വേണം. സോ അതിൽ എനിക്ക് റെസ്റ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു. കാര്യം ഈ ബിസിനസ് തലയിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ലെവല് മാറുമല്ലോ. ആ ലെവല് മാറിയിട്ട് ഇപ്പോൾ ഞാൻ മുംബൈയിലൊക്കെ പോയ സമയത്ത് ബിസിനസ്സിൽ 12 മണിക്ക് ശേഷമാണ് ഒരുപാട് ഫാക്ടറികൾ. ഇപ്പോൾ അവിടെ നമ്മുടെ ഈ ബീവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹാൻഡ്ലൂം ഫാക്ടറികൾ 12,000 ഹാൻഡ്ലൂം ഫാക്ടറികൾ അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് സെക്ടറുകളുണ്ട്, 12,000-ഓളം. അപ്പോൾ ഏകദേശം അതിൽ 50% എന്ന് പറഞ്ഞാൽ 6,000 7,000 എത്രയായാലും നിങ്ങൾ വിചാരിച്ചോ. ആ സാധനത്തിന്റെ ഒക്കെ വർക്ക് അവസാനിക്കുന്ന ഷിഫ്റ്റിംഗ് നൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ശേഷമാണ്. അവർ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കല് 1 മണിക്കാണ്. അങ്ങനെ അവർ പകൽ ടൈം ഇറങ്ങല്. പക്ഷെ ഞാൻ ഇവരെ കാത്തു നിൽക്കുന്ന സമയത്ത് 1 മണിക്ക് പ്ലാൻ കൊടുക്കാൻ പോയാൽ തിരിച്ച് എന്റെ ഫാറ്റിലേക്ക് ഞാൻ തിരിച്ചെത്തൽ സുബഹിയാൻ കൊടുക്കുമ്പോഴാണ്. അപ്പൊ എന്റെ ഒട്ടുമിക്ക ഉറക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഈ ബിസിനസ്സിന് ഇറങ്ങിയ സമയത്തും അങ്ങനെയുണ്ട്. കാര്യം എന്താ, നമ്മളുടെ ഈ എനർജി പാക്കിലെ സമയത്ത് ഈ ഉറക്കിന്റെ സംഭവം അറിയില്ല. പിന്നെ ഒന്നും മാത്രമല്ല, പിന്നെ എടുക്കുന്ന ടാസ്കുകളൊക്കെ ഉണ്ടാവും, നമ്മളെ ഫുഡ് ഡിസോർഡർ ആകും, ഒക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ വീണത് ചെറിയ വീണൊന്നുമല്ല, രസകരമായതാണ്. നേരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു, ICUയിൽ എത്തിച്ചു, പ്രഷർ അടിച്ചു കയറി 380 നിൽക്കുകയാണ്. അങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് കൊണ്ടായ സമയത്തൊക്കെ ഭയങ്കര സിറ്റുവേഷൻ ഒരു ഡള്ള് കണ്ടീഷൻ ആയിരുന്നു. ഛർദിയും മറ്റേതും എന്തൊക്കെയോ ഉണ്ട്, ലെവലൊക്കെ തിരിഞ്ഞ് തല കറങ്ങി വീഴുന്ന പലതും ഉണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജിൽ എത്തിയതിന്റെ ശേഷം ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ എന്റെ പ്രഷറിന്റെ വേരിയേഷൻ 380 അവിടെ നിൽക്കുന്ന ഡോക്ടർമാർ എന്താ ഇയാൾക്ക് പ്രഷർ ഇങ്ങനെ വരാൻ കാരണം എന്ത്, ഒപ്പമുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു. എന്റെ ലീഡർമാർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല. ലാസ്റ്റ് എനിക്കൊരു ബോധം വന്നപ്പോൾ ചോദിച്ചു എന്നോട് പേഴ്സണലി, എന്തെങ്കിലും വേറെ പ്രശ്നം പെരിയിലുണ്ടോ, അതുണ്ടോ? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. ആ സമയത്ത് ഞാൻ ചെറിയ നേർത്ത ശബ്ദത്തിൽ എന്റെ കൂടെ വന്ന സുലൈമാൻ സാർ അതുപോലെ കുറച്ച് ആൾക്കാരോട് ചോദിച്ച് ആ പ്രഷറിന്റെ വേരിയേഷൻ 210 പറഞ്ഞിട്ടോന്ന്. അതിലുണ്ട് ഇവർ കുറച്ച് ചിരിച്ചിട്ട്. കാരണം ഞാൻ നോക്കുന്നത് അയിമക്കാണ്. 380 എന്നുള്ള പ്രഷർ 210 ആകുമ്പോൾ മനസ്സിൽ റാഹത്ത് ഉണ്ടല്ലോ, എന്ത് 210 2,10,000 ഞാൻ അയിമക്കാ നോക്കുന്നത്. ലാസ്റ്റ് നമ്മുടെ ബ്രെയിനിൽ ഇതാണല്ലോ ഭ്രാന്ത്. അപ്പൊ മൊത്തത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിറ്റേന്ന് സുബൈക്ക് അൽതാഫ് സാറും മനോജ് സാർ നമ്മുടെ ഷുഹൈബ് സാറൊക്കെ കാണാൻ വന്നു. ഈ ബിസിനസിന്റെ ഒരു ബ്യൂട്ടി അതാണ്. ഞാൻ ഒരിക്കലും എന്റെ എന്ത് പ്രയാസങ്ങൾ വന്നാലും ഞാൻ കുടുംബത്തെ അല്ല വിളിക്കുക. കാരണം അത് കുടുംബത്തെ കണ്ട് പേടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ വിഷയം സന്തോഷത്തോടെ പറയാനും ചിരിച്ചു കളിക്കാനും നമുക്ക് എപ്പോഴും നല്ലത് ബിസിനസ് റിലേറ്റ് ചെയ്ത ഫ്രണ്ട്സുകൾ തന്നെയാണ്. കാര്യം എന്താ, അവരതിനെ രസകരമായിട്ട് മാറ്റിക്കോളും. കുടുംബത്തിനെ അറിയിച്ചാലോ, വടച്ചോനെ എന്റെ കുട്ടിക്ക്, ഞാൻ കുടുംബത്തിൽ പോലും വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയത് 2-ാം ദിവസം ഞാൻ വരുന്നത് വർക്കിലാണെന്നാ പറഞ്ഞത്. പിന്നെ എത്താതായപ്പോഴാണ് വൈഫും വരെയൊക്കെ എന്തറിഞ്ഞത് മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആണെന്നാണ്. അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഈ ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ പിന്നെ മനസ്സിലാക്കുക നിങ്ങൾ. പക്ഷെ ഞാൻ ചെയ്തത് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ഉണ്ടായ കുറച്ച് രസകരമായ സംഭവം. അങ്ങനെ ഞാൻ ഈ ഇതിൽ നിന്നപ്പോൾ മനോജ് സാറും ഇവരൊക്കെ പേടിക്കണ്ട, ധൈര്യത്തോടെ നിൽക്കാൻ പറയും, ഇസ്മായിലോട് ഒരു പ്രശ്നമില്ല, അതൊരു ചലഞ്ചാന്ന് വിശ്വസിക്കാൻ പറയും. മുബീൻ സാർ വരെ അമേരിക്കയിൽ നിന്ന് വൈഫിനെ വിളിക്കുന്നു, എനിക്ക് വോയിസ് നോട്ട് ഇടുന്നു. അതിൽ ഏറ്റവും രസകരമായ എന്റെ ലീഡർമാരുടെ ചർച്ച വന്നത്, ഇസ്മായിലിന് മരുന്ന് കൊടുക്കണ്ട, മൈക്ക കൊടുക്കാൻ പറയും. കാരണം മരുന്ന് കൊടുത്തിട്ടൊന്നും അവനക്കൊന്നും ഫലിക്കൂല. ഒരു മൈക്ക കൊടുത്ത് മൈലേക്ക് എന്ന് പറഞ്ഞാൽ അവർ മെഡിക്കൽ കോളേജ് ICUന്ന് ഇപ്പൊ ഇറങ്ങി പോയപ്പോഴെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ലീഡർമാർക്ക് എന്നിലുള്ള വിശ്വാസത്തെ ഞാൻ സ്നേഹത്തോടെ ഇന്ന് ഓർക്കുകയാണ്. എന്തായാലും ശരി, അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഓവർ വർക്ക് എടുത്ത മനുഷ്യനായതുകൊണ്ടാണ്. അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് 4-5 മാസങ്ങൾ എന്ത് ചെയ്യണ്ട, ഒരു പണിക്കും പോയില്ലെങ്കിലും വീട്ടിൽ റെസ്റ്റ് എടുത്തോ നന്നാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വന്നു, 4-5 മാസം റെസ്റ്റ് എടുത്തു. നാട്ടുകാർ അല്ല എന്റെ കുടുംബക്കാരും ചില ബന്ധുക്കളൊക്കെ വിചാരിച്ചു വീണു സാധനം ഇത് ഒച്ചപ്പാടും കൂക്കുമ്പോൾ കലാശക്കോട്ട് കഴിഞ്ഞു, ഇനി ആ വലിയ 210 ഒച്ചപ്പാടൊന്നും ഇല്ലാന്ന്. കാരണം തളർന്ന് കിടക്കല്ലേ, അല്ലെങ്കിൽ റെസ്റ്റിൽ കിടക്കല്ലേ. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ ടീം പോലും എന്നെ കാണാൻ ഇങ്ങോട്ട് വരുമായിരുന്നു, കാണും, സംസാരിക്കും, എന്റെ മെന്ററിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ ഞാൻ വീട്ടിൽ ബിസിനസ് നിർത്തിയിട്ടൊന്നുമില്ല, വീട്ടിലേക്ക് വിളിക്കും, ഓരോരുത്തരും ഇന്ന് സംസാരിക്കും. ചില ആൾക്കാർ എനിക്ക് ഞാൻ എപ്പോഴും ഓർക്കാണ്, ചില അന്നത്തെ വയ്യാതിരിക്കുന്ന സമയത്തും മേലാറ്റൂർ അനീഫൊക്കെ ടീമൊക്കെ ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ വന്നിട്ട് അവരിയ്ക്കും, ചിലപ്പോൾ സുബൈ വരെ ഇരുന്ന് അവിടെ മെന്ററിങ് നടന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം സംസാരിച്ചിരിക്കുക, ഓരോ വിഷയങ്ങളെല്ലാം തീരുമാനിച്ച് ഞാൻ എന്റെ ടീമിന് സമയം കൊടുക്കുന്ന സമയത്ത് എന്റെ ആരോഗ്യത്തെയോ എന്റെ സമയത്തെയോ എന്റെ റിസ്കിനെയോ ഞാൻ നോക്കിയിട്ടില്ല. ഇതിന്റെ മാത്രം കഥയല്ല, നിങ്ങളെ ലീഡർമാരെ കഥയും അതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിലപ്പം നമ്മുടെ രാവിലെ ഐഫ്ലേസിന് ഇരിക്കുന്ന സമയത്ത് ഈ സാധുവിന് വയറുവേദന വന്നാലും ഐഫ്ലേസ് എടുക്കുന്ന ലീഡർക്ക് നീറ്റാൻ പറ്റില്ല, കേൾക്കണം നമുക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം മാത്രമാണ്. സീരിയസ്ലി നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കുക, ലീഡർമാർ അത്രയും ടാസ്ക് എടുക്കുന്നുണ്ടാവും. നമുക്കൊരു ഫോൺ കോൾ വരും ചിലപ്പോൾ 6 മണിക്ക്. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് പോലും മുന്നിൽ വെച്ചത് 7 മണിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കണമെങ്കിൽ ചിലപ്പോൾ 10 മണിയാവും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ആളെ പ്രശ്നം അരമണിക്കൂറിന് പരിഹരിച്ചു. രണ്ടാമത്തെ ആള് ആ വിളിക്കുന്ന വ്യക്തിക്ക് ഞാൻ അരമണിക്കൂറേ സംസാരിക്കുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഫോൺ എടുത്തിട്ട് 6 മണിക്ക് എടുത്തിട്ട് 10 മണി വരെ ഫോണാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സാധനം എനിക്ക് മാത്രമല്ല നിങ്ങളെ ലീഡർമാർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ലീഡർമാർക്ക് ഫോൺ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുക, സാറേ നല്ല പ്രോപ്പർ ടൈമാണ് സംസാരിക്കാൻ, സാറിന് വേറെ തിരക്കിൽ ഇറങ്ങാനുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറയാം, അല്ലെങ്കിൽ സാറിന് എത്ര ടൈം എന്നോട് സംസാരിക്കാൻ സമയം കാണും സാറേ.
അത് ചോദിച്ച് സംസാരിക്കണം. അല്ലാതെ സാറേ ഇവിടെ ഒരു പ്രശ്നം തന്നെ നമ്മൾ അടിച്ചു കയറരുത്. നമ്മളത് ഫുള്ള് കൊണ്ടുപോയി തട്ടും സാധുവിന്. നല്ല തിരിച്ചുള്ള ലീഡർമാർ ചിലപ്പോൾ അങ്ങോട്ട് പറഞ്ഞോളി ഞാൻ കേട്ടോളം എന്ന് പറയും. ആ സാധു ചിലപ്പോൾ തിന്നിട്ടുണ്ടാവില്ല, കുടിച്ചിട്ടുണ്ടാവില്ല, കുളിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം വലിയൊരു റിസ്കിൽ നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് മൈ ഹംബിൾ റിക്വസ്റ്റ്, യു മസ്റ്റ് ടു ടേക്ക് ആൻ അപ്പോയിന്റ്മെന്റ് ടു മേക്ക് എ കോൾ അറ്റ്സ് ഓൾ. സോ സീരിയസ്ലി അങ്ങനെ ഞാൻ ഇതൊക്കെ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഓരോ ലെസണിങ് പറഞ്ഞത്. ആ ലെസണിങ് നിങ്ങൾ എഴുതി വെക്കുക. സോ സീരിയസ്ലി ഞാൻ അങ്ങനെ വന്നു. ആ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ വീണു എന്ന് വിചാരിക്കുന്നിടത്തു നിന്ന് ഞാൻ ഈ ബിസിനസിന്റെ ബ്യൂട്ടിയാണ് പറഞ്ഞത്. 7 മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വരുന്നത് സാധാ വരവല്ല വരുന്നത്. നേരെ ഞാൻ പോയി ഹ്യൂണ്ടായി കമ്പനിയിൽ പോയിട്ട് നേരിട്ട് പുതിയ ഒരു ലക്ഷറി 15 ലക്ഷത്തിന്റെ കാറ് ബുക്ക് ചെയ്ത് ആ കാർ ഓടിച്ചിട്ട് ഫസ്റ്റ് പ്രോഗ്രാമിന് ഞാൻ കോട്ടക്കൽ GTSലേക്ക് ഞാൻ വന്നു. ദാറ്റ് ഈസ് പവർ ഓഫ് MI ലൈഫ് സ്റ്റൈൽ. ഞാനത് എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. കാര്യം ഞാൻ ഇവിടെ തളർന്ന് കിടന്നപ്പോഴും റെസ്റ്റ് എടുത്തപ്പോഴും എൻ്റെ ടീം ലൈവായിരുന്നു, അവർ സീരിയസ് ആയിരുന്നു, ഇൻകം വന്നുകൊണ്ടിരുന്നു. എന്നു മാത്രമല്ല എനിക്ക് തിരിച്ച് ബിസിനസ്സിലേക്ക് കയറാൻ ഒരു സെക്കൻഡ് പോലും ആശങ്ക വേണ്ടിയില്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ചു, ഒരു ട്രഡീഷണൽ ബിസിനസ്സുകാരൻ ഒരു 2 മാസം കട പൂട്ടിയിട്ട് വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വന്ന് തുറക്കാൻ പറയും. അവൻ ആദ്യം വലിയൊരു മുണ്ടമ്പടിയിട്ട് വരണം. കാര്യം പാമ്പിനെ തച്ചൊല്ലണം, തേളിനെ തച്ചൊല്ലണം, എലിനെയും പഴുതാരനെയൊക്കെ തച്ചൊല്ലണം ആദ്യം. പിന്നെ കേടുന്ന വസ്തുവിനെ ഒഴിവാക്കണം. പക്ഷെ മൈ ലൈഫ് സ്റ്റൈലിൽ ഒരു സുഖമുണ്ടോ ഈ ഇൻഡസ്ട്രിക്ക്? നിങ്ങൾക്ക് എപ്പോഴാ തോന്നുന്നത് അപ്പം നിർത്താം, എപ്പോഴാ തോന്നുന്നത് അപ്പം തുടങ്ങാം എന്ന് വിചാരിച്ച് തുടങ്ങി നിർത്താനല്ല പറഞ്ഞത്. ഈ ബിസിനസ് വെരി സിമ്പിൾ ആണ്, എന്നാൽ ഒരുപാട് ബ്യൂട്ടിയാണ്, അബണ്ടൻസ് നമുക്ക് തരുന്ന സാധനമാണ്. അങ്ങനെ ആ കാറിൽ ഞാൻ ഇന്ന് ജൈത്രയാത്ര തുടങ്ങുന്നു. ഇന്ന് ദൈവത്തിന്റെ സഹായത്തില്ല 2ാമത്തെ കാറിലാണ്. എന്തായാലും ഇന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ നേടിയ ചെറിയ ചെറിയ കാറുകളും ബൈക്കുകളും ഒന്നും അല്ല എൻ്റെ വിജയം. എന്റെ കൂടെ വന്ന 100 കണക്കിന് ആൾക്കാർ, ഇന്ന് യമാനി സാറ് പറഞ്ഞ പോലെ അടുക്കള ലോകത്ത് നിന്ന് വിജയത്തിന്റെ പടി കടത്താൻ ഒരുപാട് ആളുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കാണ് ഷമീറ മുറുക്കനാട് എന്ന് പറയുന്ന ഒരു ലേഡിയുടെ രസകരമായ സീനിലെ ഒരു കഥ. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബിസിനസിന്റെ ഹോം ഷോപ്പിംഗ് മീറ്റിങ്ങിന് ഞാൻ ആ വീട്ടിൽ പോയി സംസാരിച്ച സമയത്ത് എന്താ പറയാ, ലേഡി പറഞ്ഞു ഒറ്റ കാര്യം ഉണ്ടായിരുന്നു, സാറേ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഈ ബിസിനസ് പറ്റും, ഞങ്ങളെപ്പോലെ അടുക്കള പെണ്ണുങ്ങൾക്ക് ഇത് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഷമീറ മേഡത്തിന്റെ കയ്യിൽ നിന്ന് ചട്ടകമാണെങ്കിൽ അതേ ചട്ടകത്തിന്റെ ആ പിടിച്ച കയ്യിൽ ഇസ്മായിൽ മൗസ് പോയിന്റർ നീക്കിയിട്ട് സ്ലൈഡ് നീക്കുന്ന ബിസിനസ് പ്രസന്റേറ്റർ ആക്കി എനിക്ക് മാറ്റാൻ പറ്റും. പക്ഷെ നിങ്ങൾ SBG ട്രില്യൻസിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് നിന്നോന്ന് പറഞ്ഞു. ആ തീരുമാനം അവരെടുത്തു. ദൈവം സഹായിച്ചിട്ട് നെക്സ്റ്റ് SBG നടത്തിയ വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. പുറമേ നിന്ന് ഗസ്റ്റുകൾ വരും വന്നിരുന്നു, നല്ല ഇന്റർനാഷണൽ ഗസ്റ്റുകൾ പോലെയുള്ള ആൾക്കാരെ. 1-2 ആളെ പത്മശ്രീ കിട്ടിയ ആളുകളെ വിളിച്ചു. അവർക്ക് അന്ന് വരാൻ പറ്റിയില്ല, എന്നാൽ പോലും നല്ല ഗസ്റ്റുകളൊക്കെ എത്തിയിരുന്നു. നമ്മുടെ ലീഡർമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സുന്ദരമായിട്ട് ബിസിനസ് പ്രസന്റേഷൻ നടത്താൻ ഒരു ലേഡീസ് എന്റർപ്രണർ ആവാണ്ടെന്ന ഗുണങ്ങളെ പറ്റി ക്ലാസ് എടുത്തത് ഒരു ലേഡി ലീഡറാണ്. ഞാൻ പറഞ്ഞ ഈ ലേഡി ആയിരുന്നു. ഇത് എന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തർക്കും ഇതിൽ നിങ്ങളെ വിദ്യാഭ്യാസം പ്രശ്നമല്ല, നിങ്ങളെ അറിവ് പ്രശ്നമല്ല, നിങ്ങൾ ഏത് ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. നമുക്ക് എല്ലാവർക്കും വളരാൻ തുല്യ സാധ്യതയാണ്. അതേപോലെ തന്നെ ഞാൻ ഈ ബിസിനസ്സിൽ കണ്ട 2ാമത്തെ ബ്യൂട്ടിയാണ്, ഇന്ന് ലോകത്ത് മതത്തിന്റെ പേരിലും കളറിന്റെ പേരിലും ജാതി വർണ്ണത്തിന്റെ പേരിലും സമ്പത്തിന്റെ പേരിലും അടിയും ഇടിയും തോയും കൊല്ലയും കൊലപാതകങ്ങളും നടക്കുന്ന സമയത്ത് ഒരച്ഛനമ്മക്ക് പെറ്റ മക്കളെ പോലെ, ഒരു മുത്തുമാലയിൽ കോർത്ത മുത്തുമണി പോലെ, അത് ഹൈന്ദവനെയും ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാ മതമുള്ളവനെ ഇല്ലാത്തവനെ ഒരേ സ്നേഹത്തിൽ ഒരു മാലയിൽ കോർക്കുന്ന ഒരു ലോകത്തിലെ പെർഫെക്റ്റ് ഹോളി ഡിവൈൻ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിലെ ഏറ്റവും നമ്പർ 1 കമ്പനി MI ലൈഫ് സ്റ്റൈലിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും ടോപ്പ് ടീം SBGയുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. സോ സീരിയസ്ലി നമ്മൾ പ്രൗഡായിരിക്കണം. നമുക്ക് കിട്ടിയ സാധനം ചെറുതൊന്നുമല്ല. നമുക്ക് സ്നേഹിക്കാനും സഹകരിക്കാനേ അറിയുള്ളൂ, തല്ലാനും കൊല്ലാനും നമുക്ക് അറിയില്ല. അതാണ് ഈ ഇൻഡസ്ട്രി നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. നമ്മൾ എന്ന വ്യക്തിയെ ദൈവികമായി വളർത്താൻ ഇൻഡസ്ട്രിക്ക് പറ്റും. കാര്യം ഇതിലെ മുഹമ്മദിന്റെ മെൻഡർ ഒരു പക്ഷേ ഗോപാലനാവാം, ഗോപാലന്റെ മെൻഡർ സാവിത്രി ചേച്ചിയാവാം, സാവിത്രിന്റെ ചേച്ചിയുടെ മെൻഡർ ഇസ്മായിൽ ആവാം, ഇസ്മായിലിന്റെ മെൻഡർ സെബാസ്റ്റ്യൻ ആവാം, സെബാസ്റ്റ്യന്റെ മെൻഡർ ഒരു പക്ഷേ കുടുംബശ്രീയുടെ ചേച്ചിയാവാം, അതിന്റെ മെൻഡർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകാം, അതിന്റെ മെൻഡർ കളക്ടറായി മാറാം, അതിന്റെയും മെൻഡർ ചിലപ്പോൾ 4ാം ക്ലാസ്സും കുസ്തിയാവാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതിന്റെ ഒരു കാറ്റഗറൈസേഷൻ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ എല്ലാവരെയും സ്നേഹിക്കാനും ഒരുമിച്ച് നിർത്താനും പറ്റുന്നു എന്നുള്ളത് ഈ ഇൻഡസ്ട്രിയുടെ ഒരു ബ്യൂട്ടിയാണ്. എന്തായാലും ശരി, അങ്ങനെ ഈ ബിസിനസ്സിൽ ചലഞ്ചുകളൊക്കെ നമ്മൾ വന്നാലും ശരി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ എന്റെ ടീമിനകത്ത് സംഭവിച്ചു. 100 കണക്കിന് ആളുകൾ കാറുകളിലേക്ക് മാറി, ഒട്ടനവധി ആളുകൾ പ്രതീക്ഷയിലേക്ക് മാറി, സ്വപ്നങ്ങളിലേക്ക് മാറി. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രതീക്ഷകളാണ്. ഡെയിലി പ്രതീക്ഷകളാണ്. ഇന്നല്ലെങ്കിൽ നാളെ യുവർ ടൈം കംസ്. ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എന്റെ ലീഡറോട് ഞാൻ ചോദിച്ചു, സാറേ എന്താ പറയാ, ശരാശരി നമ്മളുടെ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു സ്വഭാവമുണ്ട്, മൈക്ക് കിട്ടിയാൽ പോകുന്ന പോലെ ഞാൻ 8 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ നിർത്തും, 1 മിനിറ്റും കൂടെ. എന്തായാലും ശരി, നമ്മുടെ സീരിയസ്ലി ഞാൻ നിങ്ങളോടൊക്കെ പറയുന്ന മാറ്റർ എന്താണെന്ന് വെച്ചാൽ, ഈ ബിസിനസിന്റെ ഏറ്റവും വരുന്നതല്ലേ, നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ ഇതിനകത്തുണ്ട്. ഒന്നാമത്തത് നല്ല പൈസ ഉണ്ടാക്കുക, നല്ല ആരോഗ്യം ഉണ്ടാക്കുക, ജനങ്ങളെ മുഴുവൻ സേവിക്കുന്ന ഒരു ലോകത്തിലെ
ഐക്കണായി മാറുക. അതേപോലെ തന്നെ ഒരു നല്ല ലെഗസി ക്രിയേറ്റ് ചെയ്യുക. ഒരു മനുഷ്യന് വിജയത്തിന്റെ ഒരു 10ഓളം കാറ്റഗറി ഉണ്ട്. ഇൻഷാല്ല വേറെ ട്രെയിനിങ് നമ്മൾ പറയുന്നുണ്ടാകും. അത് മുഴുവനും ഒരേ സമയത്ത് കിട്ടുക. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല, ഒന്ന് കിട്ടിയിട്ട് അടുത്ത 10 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്തത് കിട്ടുള്ളൂ. പക്ഷെ മൈ ലൈഫ് സ്റ്റൈലിന്റെ സ്വഭാവം അതല്ല. ഈ നിങ്ങൾ ഒരു 5 കൊല്ലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് ഒരു എംപറർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ 10 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 കൊല്ലം ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാകും. നല്ല പൈസ ഉണ്ടാകും, നല്ല ആരോഗ്യം ഉണ്ടാകും. പൈസ ഉണ്ടാക്കി കൊടുത്ത കുറെ ആളുണ്ടാകും, ആരോഗ്യം ഉണ്ടാക്കി കൊടുത്ത 10,000 ലക്ഷങ്ങൾ ഉണ്ടാകും. നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കും, നല്ല സമയം ഉണ്ടാകും, നല്ല പേഴ്സണാലിറ്റി ഉണ്ടാകും, നല്ല വിവരം ഉണ്ടാകും. നല്ല വിവരം ഉണ്ടാകും, നല്ല സ്നേഹം ഉണ്ടാകും, നല്ല റെക്കഗ്നേഷൻ ഉണ്ടാകും, പേരും പെരുമയും നല്ല ഉണ്ടാകും. എല്ലാം ഒരുമിച്ച് ഒരേ കുടക്ക് കീഴിൽ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ വന്നത്. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത് അത് ലീഡറോട് പറഞ്ഞിട്ട് അത് അപ്പം ഉണ്ടാക്കുക. മറ്റേത് താനെ ഫ്രീ ആയിട്ട് വരുന്നുണ്ടാകും. മീൻസ് പൈസയാണോ വേണ്ടത്, പൈസ ഉണ്ടാക്കിക്കോ. റെക്കഗ്നേഷൻ താനേ വരും. നിങ്ങൾ NTC ആകുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാണ്, NTC എന്ന വാക്കിനെ കുറിച്ച് എനിക്ക് മുബീൻ സാർ പറഞ്ഞ ക്ലാസ്സിലെ വരി ഇന്നും ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെ ഇസ്മായിൽ. ഇതിലെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഒരു NTC എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ലൊക്കേഷനിൽ, അതായത് നമ്മുടെ എറണാകുളം പോലുള്ള ഒരു സിറ്റിയിൽ ഒരു 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം അതിന് ലക്ഷങ്ങൾ മാസ വരുമാനം കിട്ടുന്ന ഒരു ബിൽഡിംഗ് വാടക ഉണ്ടാക്കുന്നത് സമാനമാണ് അത്ര ഒരു NTC റാങ്ക് ഉണ്ടാക്കുന്നത്. ആ റാങ്ക് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ടായ പോലെയാ. പിന്നെ ആ ബിൽഡിങ്ങിന് എല്ലാ മാസവും നിങ്ങൾക്ക് പൈസ വെറുതെ വന്നുകൊണ്ടിരുന്നോളൂ. ഒരു NTC റാങ്കുകാരന് വലിയൊരു ടീം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഇനീഷ്യേഷൻ ഇല്ലെങ്കിലും 2 ഓർഗ് സേഫ് ആണെങ്കിൽ സിസ്റ്റത്തിൽ ലീഡർമാരുണ്ടെങ്കിൽ സീരിയസ്ലി പൈസ വന്നുകൊണ്ടിരിക്കും. സോ നിങ്ങൾ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങിന് NTC എന്നുള്ള പേര് കൊടുക്കുക. ആ പേര് വരെ നിങ്ങൾ വർക്ക് ചെയ്യും 2 to 5 years. അത് സീരിയസ്ലി നിങ്ങൾ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. മറ്റു പല ബിസിനസ്സും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ നിങ്ങൾ എന്ന് കാലെടുത്തോ അന്ന് നിങ്ങൾക്ക് ആ പൈസ കട്ടാകും. എന്ന് മാത്രമല്ല ഇതിനകത്ത് സ്നേഹം, പ്രാർത്ഥന. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ലീഡർമാർ ഒരുപാട് ആൾക്കാർ പറയും, സാറേ അതിരാവിലെ എന്നും സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാതെ ഞാൻ എണീറ്റിട്ടില്ല എന്ന് പറഞ്ഞ ലീഡർമാർ എന്നോടുണ്ട്. ഓരോ ദിനരാത്രങ്ങൾ കൈപൊക്കവും ദൈവത്തിന് മുമ്പിൽ നിങ്ങളെ പോലെയുള്ള ലീഡർമാർ ഞാൻ ഓർക്കാറുണ്ടെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ എന്നെ പേഴ്സണലി വിളിച്ചു പറയുന്നുണ്ട്. ഇതാണ് ഈ ബിസിനസ്സിലെ സമ്പാദ്യം. ഇത് നമുക്ക് എവിടെ കിട്ടും? നമ്മുടെ കുടുംബങ്ങൾ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും, ഇല്ലേ അറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ആത്മാർത്ഥമായി നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അതല്ലേ ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞത്. നമ്മളെ സ്നേഹിക്കാൻ, ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ. എന്റെ ടീം എനിക്ക് ചങ്കാണ്. ആ അർത്ഥത്തിൽ അവർക്ക് ചങ്ക് കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ഇനി കൊടുക്കുകയും ചെയ്യും. അത് തന്നെയാണ് എനിക്ക് അവർ തന്ന സ്നേഹവും. അതുകൊണ്ട് സീരിയസ്ലി നിങ്ങളൊക്കെ നിങ്ങളുടെ ടീമിനെ സ്നേഹിക്കുക, നിങ്ങളെ മക്കളെ പോലെ കാണുക. എന്റെ മക്കളാണ് എന്റെ ടീം. പ്രായം കൂടിയ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ അവരെപ്പോഴും ചേർത്ത് നിർത്തി പറയും ഞങ്ങൾക്ക് ഞങ്ങളെ മോനെ പോലെയാണ്. ആ സന്തോഷം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ഒരേ ആഗ്രഹമുള്ളൂ, എന്റെ ലീഡർമാർ, എന്റെ ഡൗൺലൈൻസ്, എന്റെ കോവർക്കേഴ്സ്, നിങ്ങളെ പോലെയുള്ള ലവ് ലൈൻസ് തുടങ്ങി ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആരൊക്കെയുണ്ടോ ആ മുഴുവൻ ആളുകൾക്കും അഭിമാനമായി, ഇൻസ്പിറേഷനായി, ഒരു ഇന്റർനാഷണൽ ഐക്കണായി വളരുക എന്നത് എന്റെ ഒരു ഡ്രീമാണ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ നേടുക തന്നെ. ഇന്ന് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത് NTC നാഷണൽ ടീം കോർഡിനേറ്റർ ആണെങ്കിൽ അതിനെ നാഷണൽ ബേസിലേക്ക് ഡെവലപ്പ് ചെയ്യും, ഇന്റർനാഷണലിലേക്ക് നമ്മൾ മാറുന്നുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ വളർന്നതിൽ എന്റെ ലീഡർമാരുടെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് കേട്ട മുഴുവൻ ആളുകൾക്കും നന്ദി ചോദിക്കൊണ്ട് സ്നേഹത്തിൽ വിജയത്തിന്റെ പ്രതീക്ഷയിൽ നിങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാനുണ്ടായിരുന്നു, പറയാനുണ്ടായിരുന്നു. പക്ഷേ പലതും പറഞ്ഞാൽ എത്തൂല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടും രണ്ടാമതൊന്നും പറയാൻ പറ്റിയ സമയം അതിക്രമിക്കപ്പെട്ടു എന്നതിന്റെ ദുഃഖം കൊണ്ടും എന്തായാലും ശരി, ഒരുപാട് കാര്യങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. മാക്സിമം പേഴ്സണൽ സ്പോൺസറിങ് നോക്കുക. ആ സാധനം വിട്ടുപോയിട്ടുണ്ട്, കാര്യം അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇന്നും ചെയ്യുന്ന പരിപാടി അതാണ്. ഇപ്പോൾ ഞാൻ എന്റെ ടീമിന്റെ ഒരു NTC കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഞാൻ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വിളിച്ചിരുന്നു. എന്റെ 7 പ്രോസ്പെക്റ്റിനെ ഞാൻ വിളിച്ചിരുന്നു. ഞാൻ ഇന്നും ഗ്യാരണ്ടി പറയും എന്റെ ടീമിനോട്, ഞാൻ പേഴ്സണലായിട്ട് ഡെയിലി ഒരു ജോയിനിങ് എടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഡെയിലി ഞാൻ സ്പോൺസർ ചെയ്യുന്നുണ്ട്, ഡെയിലി ഞാൻ ബിസിനസ് പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളേക്കല്ല ബിസിനസ്. നിങ്ങൾ അപ്ലൈനെ കണ്ട് ബിസിനസ് ചെയ്യരുത്, ഡൗൺലൈനെ കണ്ട് ബിസിനസ് ചെയ്യരുത്. നിങ്ങളെ കണ്ട് ബിസിനസ് ചെയ്യാം. കാര്യം നിങ്ങൾ ആരാന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ, നിങ്ങൾ ആരാന്ന് അപ്ലൈന് ഫുൾ ആയിട്ട് അറിയില്ല. അതുകൊണ്ട് സമയം കളയരുത്. പല ആൾക്കാരും ഈ ബിസിനസ്സിനകത്ത് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കുക, പ്രോഗ്രാമിന്റെ വിഷയം പറയുന്ന സമയത്ത് എപ്പോഴും പ്രോഗ്രാമിന്റെ വിഷയത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു സാധനമുണ്ട്. കഴിഞ്ഞതിൽ ഞാനത് പറഞ്ഞു TC മീറ്റിൽ. ഈ ബിസിനസ്സിനകത്ത് ആദ്യത്തെ പ്രോഗ്രാം എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് ആ സമയത്ത് ലീഡർമാർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇസ്മായിൽ മൈക്കെടുത്തു പേര് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാൻ പേര് പറഞ്ഞു, മൈസെൽഫ് ഇസ്മായിൽ വിലോങ് തയ്യാറ. ഭയങ്കര സംഭവമായിട്ട് ഒരു ഡയലോഗ് കൂടി അറിയാതെ പറഞ്ഞു. അത് പണ്ടാടയ്ക്ക് ലീഡർമാർ വീഡിയോ എടുത്ത് വെച്ചു. ഡയലോഗ് ഇതായിരുന്നു, ഈ ബിസിനസ്സിലേക്ക് ഇന്ന് ഞാൻ പോകുന്നത് എറണാകുളത്തേക്ക് ആരാന്റെ ബസ്സിലാണ്, ലീഡറുടെ ബസ്സിലാണെങ്കിൽ അടുത്ത എറണാകുളം പുറകിൽ സ്വന്തം ബസ് സ്വന്തം ലീഡർ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഒരു കൊല്ലത്തിൽ ഒരു പ്രോഗ്രാം എറണാകുളത്ത് ഉണ്ടാവുള്ളൂ. പണ്ടാറടക്കിയത് 4ാമത്തെ മാസം 3ാമത്തെ മാസം എറണാകുളത്ത് എന്ത് തുടങ്ങി പ്രോഗ്രാം വെച്ചു. ഈ വീഡിയോ എനിക്ക് ലീഡർമാർ വിട്ടത് പറഞ്ഞു, ഇസ്മായിൽ സാർ ആ പറഞ്ഞ ഡയലോഗ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ പറ്റിയ സമയമാണെന്ന്. ഞാൻ ആകെ ബിസിനസ്സിൽ തുടങ്ങി വരുന്ന സമയം. ഉടനടി ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞ വാക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, കാരണം വൈറലാകും, വീഡിയോ കഴിക്കലുണ്ട്. എന്തായാലും ഞാൻ സ്വന്തമായി അന്ന് തെയ്യാലയില് ബസ് നിർത്തി മീൻ വാങ്ങാൻ വന്നവർ, പണിക്ക് പോകുന്ന ആൾക്കാർ സാർവത്തിനും ബസ്സിന്റെ ഉള്ളിലേക്ക് കയറ്റി കുറ്റി അടച്ചു, നേരെ എറണാകുളത്തേക്ക് കൊണ്ടുപോയി. അന്ന് ദുബായ് ഫംഗ്ഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി അൽതാഫ് സാറും മനോജ് സാറൊക്കെ എറണാകുളത്ത് നടത്തിയ പ്രോഗ്രാം ആയിരുന്നു.
ആ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന 5-8 ആളുകൾക്ക് ആ ഹാളിലേക്ക് കയറാൻ പറ്റിയ ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. ഇറ്റ് മീൻസ് പണിക്ക് വന്ന 2 ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുപ്പായത്തിന്റെ കൈയും ഇവിടെയൊക്കെ കീറി പൊളിഞ്ഞ് മീൻ വാങ്ങി പോകുന്ന മനുഷ്യന്റെ മുണ്ട് കീറിയ മനുഷ്യൻ, ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു. അവർക്ക് കുറച്ച് ആൾക്കാർക്ക് കുപ്പായൊക്കെ മാറ്റി കൊടുത്ത് ഹാളൊന്ന് കണ്ടുപോലും തന്നെ ഷർട്ട് മാറ്റി കൊടുത്ത് 2 ആൾ വന്ന് മനോസാറ കൂടെ ഫോട്ടോ എടുത്ത് താഴത്ത് വന്നിരുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് തള്ളിക്കൊണ്ടത് അന്ന് ആ ബസ്സിൽ അധികം ആൾക്കാരെ ഫീസ് കൊടുത്തത് ഞാനാണ്. കുറെ ആൾക്കാർ വണ്ടി കാശ് തന്നിട്ടില്ല. തരാ സാറ് പിന്നെ നമുക്ക് എടുക്കാറുണ്ട്. ആ തരാ തന്നെയാണ്, ഞാൻ ചോദിച്ചു പോയിട്ടില്ല. അന്ന് മുഴുവൻ റിസ്ക് എടുത്തത് ഞാനാണ്. സീരിയസ്ലി ആ റിസ്ക് എടുത്തപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, അന്ന് കിട്ടിയ മനുഷ്യനാണ് ഈ ഉവൈസ്. ആ ബസ്സിൽ നിന്ന് ബാക്കിയായ മനുഷ്യൻ ഉവൈസാണ്. ഒരു മിനി ബസ്സിൽ ഞങ്ങൾ വിളിച്ചിരുന്നു, അതിൽ പോയി. 2ാമത്തെ ആൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ബാക്കി സെറ്റ് ആവും. ഞാൻ സീരിയസ്ലി പറയുന്ന മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ, റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാവും. ബിസിനസ് വേണ്ട നമുക്കല്ലേ, നമ്മൾ ഇറങ്ങ്. ചിലപ്പോൾ ഫണ്ട് നമ്മളേക്കുന്ന പോകും. ഞാൻ പറഞ്ഞ ഒരു എമറാൾഡിൽ നടത്തിയ പ്രോഗ്രാമിൽ ഞാൻ അത് 500 ഉറുപ്പിക വെച്ചിട്ടാണ് ആൾക്കാരേക്ക് നടത്തിയത്. വളരെ ZTC റാങ്ക് അറ്റേന്ന് തോന്നുന്നുണ്ട്, എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. അന്ന് ഞാൻ എന്റെ ലീഡർമാരോട് പൈസ ഫണ്ടിരിക്കാനാണ് ഞാൻ കാത്തിക്കാറില്ല. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ മുന്നിലേക്ക് ഇറങ്ങും. നിങ്ങളുടെ ബിസിനസ് അല്ലേ, നമ്മൾ ഫണ്ട് ഇറങ്ങും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിചാരിച്ച് ഭാരിച്ച ഫണ്ട് എടുക്കരുത് കേട്ടോ. അത് നിങ്ങൾ ആലോചിച്ചിരിക്കുക, ലീഡറോട് ചോദിക്കാം. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരും പോയി. ആ സമയത്ത് ഇയാൾ തന്ന വില്ല് എത്ര, 55,000 60,000 എന്തോ വലിയൊരു വില്ലെന്നു. ഞങ്ങൾക്ക് കിട്ടിയതാകെ 30,000 സംതിങ് എന്തോ ആണ്. എന്തായാലും ശരി, ഇവരൊക്കെ പോയ സമയത്ത് വലിയ കോലാഹലായി. ആ സമയത്ത് ജുനൈദും ഉവൈസും ഇവരൊക്കെ വലിയ വടിവാൾ ഊരിയിട്ട് ഞങ്ങൾ ഈ സാധനം ഞങ്ങൾ പൂട്ടിച്ചാൽ ഞങ്ങൾക്ക് അറിയിട്ടില്ല, ഞങ്ങൾ വേറെ ആൾക്കാർ അങ്ങനെ ഞങ്ങൾ ഒരു പറഞ്ഞു, ഞങ്ങൾ അതിനേക്കാളും വലിയ ഡയലോഗ് കിട്ടും, നിങ്ങൾ മര്യാദക്ക് ഫണ്ട് വെച്ചിട്ട് പോയിക്കോളി തന്നെ. ആരെങ്കിലും ഫണ്ടുമില്ല. നമ്മളൊക്കെ ചെറിയ റാങ്കാരാണ്. ZTC പോലത്തെ റാങ്കാണ്. ജുനൈദൊക്കെ DC ATC എന്തൊക്കെയാണ്. എന്തായാലും ശരി, ഞാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു 14,000 റുപ്യന്റെ അടുത്തെന്താന്ന് തോന്നുന്നു. അന്നത്തെ വലിയ ഫണ്ടാണ് എന്നെ സംബന്ധിച്ചുള്ളത് കേട്ടോ. ZTC റാങ്ക് ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഫണ്ടൊക്കെ വെച്ചിട്ട് ഇറങ്ങിപ്പോന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരുപാട് ഫണ്ടും ഒക്കെ ഇതിലേക്ക് ഇറങ്ങും എന്ന് വിചാരിച്ച് വേണ്ടാത്ത ഫണ്ട് ഇറക്കണ്ട. ഞാനത് ഇറക്കാനുള്ള ധൈര്യം, ഞാൻ കണ്ട ഒരു സത്യമുണ്ട്, ആ സത്യത്തിലേക്ക് ഞാൻ എത്തുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റിസ്ക് കൊടുക്കുക, ഒന്ന് മെൻറ്ററോട് ചോദിച്ചിട്ട് മതി, അത്രയേ ഉള്ളൂ. എന്തായാലും ശരി, വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നഷ്ടപ്പെടാൻ ഒന്നുമില്ല മക്കളെ, നേടാൻ ഒരുപാടുണ്ട്. ലോകത്തോളം വളരാൻ നിങ്ങൾക്ക് പറ്റും. അതിന് ദൈവം തുണക്കട്ടെ. SBG കൂടെയുണ്ട്, ലീഡർമാർ കൂടെയുണ്ട്. ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. വലിയ വിജയമുണ്ട്. ദർ ഈസ് എ ബ്യൂട്ടിഫുൾ അൺസർട്ടനിറ്റി. ഞെട്ടിപ്പിക്കുന്ന ഒരു സാധനങ്ങളെ കൂടെ വരും. നിങ്ങൾ ചിന്തിക്കോലെ ബിസിനസ് എവിടേക്കോ ആണ് പോകുന്നുണ്ടാവും. അങ്ങനെ വരും. അത് നിങ്ങൾ കാത്തിരിക്കുക. ലൈനിൽ നിന്ന് മാറരുത്. അന്നദാനം കൊടുക്കുന്ന വരിയിൽ ഡോറിന്റെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് ആ കൗണ്ടറിന്റെ മുന്നിൽ എത്തുന്ന സെക്കൻഡിൽ നമ്മൾ മാറ്റരുത്. ലോകം പറയുന്ന ഒരു വാക്കുണ്ട്, നീ എന്നാണോ നിർത്തുന്നത് അത് നീ വിജയിക്കണിന്റെ തലേന്നാകും. ഒന്നുകൂടെ കേട്ടോളൂ, നീ എന്നാണോ നിർത്തുന്നത് അത് നീ വിജയിക്കണിന്റെ തലേന്നാകും. അപ്പൊ എന്ന് നിർത്താൻ തോന്നിയാലും ഈ വരി ചിന്തിക്കുക, നാളെയാണ് ജയം, ഇന്നാണ് ഈ നിർത്തൽ എന്നാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, വിന്നേഴ്സ് നെവർ ക്വിറ്റ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് വിഷിംഗ് ഓൾ ദി ഡയമണ്ട്സ് വിത്ത് ഓൾ ഓഫ് യു. താങ്ക്സ് ടു ഓൾ ഓഫ് യു. നല്ല നമസ്കാരം. എല്ലാവർക്കും നന്ദി. എന്നെ സ്നേഹിച്ചതിന്, ഇപ്പൊ കുറച്ച് സഹിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും നഷ്ടാവില്ല, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും. താങ്ക് യു. ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഓൾ ടു ലീഡേഴ്സ്, ഓൾ ഓഫ് യു. താങ്ക് യു. ലവ് യു ഓൾ. താങ്ക് യു. ഓവർ ടു യു യമനി സാർ വിത്ത് 1 വേർഡ് കൊണ്ട് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. താങ്ക് യു. താങ്ക് യു സാർ. അല്ല, ഈ ക്രൗൺ അംബാസഡർ എന്ന റാങ്കിന്റെ അപ്പുറം വലിയ റാങ്ക് വേറെ ഉണ്ടോ? നിങ്ങളിപ്പോ ക്രൗൺ അംബാസഡർ ആവാനുള്ള വർക്ക് ഇപ്പൊ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കിട്ടിയത്. തുടക്കത്തിൽ 7 മണിക്ക് ഈ ശ്രോതാക്കൾക്ക് എണീറ്റുന്ന രോമപ്പുറം കിടന്നിട്ടില്ല എന്നല്ല. ഏതായാലും സ്മാർട്ട് സാറിന്റെ സ്പീച്ച് നമ്മൾ കേട്ടു. ഒരു മനുഷ്യൻ വിജയിക്കാനുള്ള എന്തൊക്കെ റിസ്കുകളുണ്ടോ, എന്തൊക്കെ ഒരു മനുഷ്യൻ അനുഭവിക്കണോ, ഏകദേശമൊക്കെ ഇസ്മായിൽ സാറിന്റെ 99% 100% എന്ന് പറഞ്ഞ മാതിരി അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് ICUയിൽ നിന്ന് എണീറ്റ് പോകുന്ന പ്രവർത്തിച്ചു. ഇന്ന് വലിയ റാങ്കിലെത്തി. ഇനിയും ഉന്നതമായ റാങ്കിൽ അദ്ദേഹം എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടുകൂടെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വലിയ വലിയ ഒരു പാഠമാണ്. പരാതികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിമിതികളും പറഞ്ഞുകൊണ്ട് ഇന്നും നമ്മൾ നടക്കാതെ നമ്മൾ ഓരോ ദിവസവും ഓരോ ആളുകളിലേക്ക് ഈ ഒരു മഹത്തായിരിക്കുന്ന അവസരം 1 മിനിറ്റിൽ ഒരാളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ നമുക്ക് വലിയ വിജയങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. വലിയ ആളുകളിലേക്ക് നമുക്ക് വരുമാനം ആരും എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇസ്മായിൽ സാർ, താങ്ക് യു. പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്ത് അറിയിക്കുന്നു. താങ്ക് യു. നാളത്തെ GTS നമ്മൾ ആരും മറക്കരുത്. പരമാവധി ആളുകൾ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.